അപ്പൊ ഈ ഒരു വാൽവ്സ് ഇതാണ് നോർമൽ അനാട്ടമിക്കൽ സ്ട്രക്ചർ. ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇൻഫീരിയർ വീന കവ. അത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 3 കസ്പ്. 1 2 3 കസ്പ്. നമുക്ക് ഏതൊരു ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണാൻ പറ്റും. Hi all, welcome back to Edu's Academy. Myself Rakhi, specialized in childhood nursing. എല്ലാവരും ആഗ്രഹിച്ചിരുന്ന DME നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എജൂസ് അക്കാഡമിയും DMEയുടെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പ്രൊഫഷണലും സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് DMEയില് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തിക. അതിന്റെ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി എന്ന് പറയുന്നത് തന്നെ 39,000 തൊട്ട് 83,000 വരെ കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് DMEയിലെ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്താലും ഒരു കാരണവശാലും നമുക്ക് 83,000 സാലറി ഒന്നും നമുക്ക് ഒരു മാനേജ്മെന്റും തന്നെ നമുക്ക് തരത്തില്ല. അതേപോലെ ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്ന എല്ലാവരുടെയും ഡ്രീം ജോബ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏത്? നമ്മുടെ DMEയിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്നത് ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പ്ലാൻ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ എല്ലാം നമ്മളിപ്പോ ഒരു സ്ലൈഡ് തന്നെ പറഞ്ഞാലും ആ സ്ലൈഡിൽ നിന്ന് മിനിമം 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കാൻ പറ്റും. ആഴ്ചതോറുമുള്ള എക്സാമുകളും ഡെയിലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളുമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എജൂസ് അക്കാഡമിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷനിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് ഫീറ്റൽ സർക്കുലേഷൻ. ഫീറ്റൽ സർക്കുലേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓർഗൻസ്, അതിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, പിന്നെ ഈ ഫീറ്റൽ സർക്കുലേഷൻ കാരണം പിന്നീട് ഉണ്ടാകുന്ന കൺജനൈറ്റൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്? അതിന്റെ ഇൻഡെപ്ത് ക്ലാസ്സിലോട്ട് ഇന്ന് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു. അവസാനം കുറച്ച് ക്വസ്റ്റ്യൻ PSCയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, നമുക്കപ്പോ ഫീറ്റൽ സർക്കുലേഷൻ എന്താണെന്ന് പഠിക്കാം. ഈ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്ന 2 വേർഡ് ആണെങ്കിലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ അകത്തുനിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഏതാണ്? ഫീറ്റൽ. ദാറ്റ് ഈസ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പിനെയാണ്? ഈ ഏജ് ഗ്രൂപ്പ് പഠിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് ടു ബേബി. ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതാണ്? ഒന്ന് ആന്റിനേറ്റൽ പീരീഡിലുള്ള ഡെവലപ്മെന്റും നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ്നേറ്റൽ പീരീഡിലുള്ള ഡെവലപ്മെന്റും. ഓക്കെ, അപ്പൊ ഈ ആന്റിനേറ്റൽ പീരീഡിൽ എന്തൊക്കെ സ്റ്റേജിലൂടെ ആയിട്ടാണ് ഈ ഫീറ്റസ് ആയിരിക്കുന്നത്? ആദ്യത്തത് ഫെർട്ടിലൈസേഷൻ. ഏതാണ്? ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഏത് ഏജ് ആണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് 0 to 24 hours. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? 0 to 24 hours. The second stage means germination. Okay, that is germination. Germination എന്ന് പറയുന്നത് ഏതാണ്? അതും 0 to 14 days. Okay, changes മനസ്സിലായോ? Germination stage is 0 to 14 days. Then third phase ആണ് എന്ന് പറയുന്നത് embryo. ഏതാണ്? എംബ്രിയോ. എംബ്രിയോ എന്ന് പറയുന്നത് ഏതാണ്? 14 days to 8 weeks. Okay, clear? അപ്പൊ എംബ്രിയോ സ്റ്റേജ് ഈസ് 14 days to 8 weeks. The last stage in the prenatal period is fetus. Okay, what is fetus? അപ്പൊ fetus എന്ന് പറയുന്നത് ഏതാണ്? 8 weeks to till birth. ക്ലിയർ? ടിൽ ബർത്ത്. അപ്പൊ ഈ ഒരു വേർഡിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി നമുക്ക്? ഇപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് 0 to 24 hours. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ്, ട്രോപ്പോബ്ലാസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് OBG ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എംബ്രിയോ ഈസ് 40 to 8 weeks. Then fetus means 8 weeks to birth.
ക്ലിയർ ആയോ? അപ്പൊ ഫീറ്റസ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ് ഏതാണ്? 8 വീക്സ് ടു ബർത്ത്. അപ്പൊ 8 വീക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്താ, നമ്മുടെ ഓർഗൻസിന്റെ ബഡ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓർഗൻ ബഡ്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ എന്ത് പറയുന്നത്? ഫീറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫീറ്റസ് അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് സർക്കുലേഷൻ. ഇവിടെ എന്താണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അതിൽ ആദ്യത്തേത് ഏതാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. Second one is deoxygenated blood. Third one is nutritive material. Then fourth one is excretory material. അപ്പൊ എന്തൊക്കെയാണ് സർക്കുലേഷനിൽ കൂടെ പോകുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്, നെക്സ്റ്റ് deoxygenated blood, then nutritive blood and excretory materials. ഇനി ഇതാരൊക്കെ തമ്മിലാണ് സർക്കുലേഷൻ വരുന്നത്? ആരൊക്കെ തമ്മിലാണ്? to the പ്ലാസന്റയും ഫീറ്റസും തമ്മിൽ. അപ്പം ഫീറ്റൽ സർക്കുലേഷൻ ഈസ് ദ സർക്കുലേഷൻ ബിറ്റ്വീൻ പ്ലാസന്റ ആൻഡ് ദ ഫീറ്റസ്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു സ്ലൈഡ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഫീറ്റൽ സർക്കുലേഷൻ മീൻസ് ദ സർക്കുലേഷൻ ഇൻ ബിറ്റ്വീൻ പ്ലാസന്റ ആൻഡ് ഫീറ്റസ്. ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിന്റെ അകത്തൂടെ പോകുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ്, deoxygenated blood, nutritive materials and excretory materials. Is it clear? അപ്പൊ ഫീറ്റസ് സർക്കുലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്. ഓക്കെ, ഈ പിക്ചർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കോംപ്ലിക്കേഷൻ ഒന്നും ആകണ്ട, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഫീറ്റൽ സർക്കുലേഷന് ഒരുപാട് റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം ഡെഫിനിഷനിൽ പഠിച്ചു എന്താണ്? പ്ലാസന്റയും ഫീറ്റസും തമ്മിലുള്ള സർക്കുലേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് സർക്കുലേഷന്റെ ഇടയിൽ ഒരുപാട് ഓർഗൻസ് ഇൻവോൾവ് ആണ്, ഒരുപാട് ബൈപ്പാസുകൾ ഇൻവോൾവ് ആണ്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൽ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? ഇതെന്താണ്? ഈ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായോ? ഇത് ഏതാണ്? പ്ലാസന്റ ആണല്ലോ. ഇത് പ്ലാസന്റ ആണല്ലോ. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ആദ്യം ഞാൻ പറയാം, ഇത് പ്ലാസന്റയാണ്. പ്ലാസന്റയിൽ ഈ പാർട്ട് ഏതാണെന്ന് അറിയാമോ? ഈ പാർട്ട് ഇതാണ് മെറ്റേണൽ പാർട്ട്. ഓക്കെ, മെറ്റേണൽ പാർട്ടിൽ നിന്ന് നമുക്കറിയാം. ആദ്യം എന്ത് ചെയ്യുന്നു? യൂട്രസ് ഉണ്ട്, യൂട്രസിന് ലൈനിങ് ഉണ്ട്. എന്തൊക്കെയാണ് ലൈനിങ്? പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ക്ലിയർ ആണല്ലോ? പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. അപ്പൊ ഈ കാണുന്ന ഗ്രീൻ കളറിൽ ഞാൻ നോട്ട് ചെയ്തേക്കുന്നത് ഏതാണ്? പെരിമെട്രിയം. ഈ ഒരു പാർട്ട് എന്താണ്? മയോമെട്രിയം. ഇത്രയും പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? endometrium. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദ നെയിം ഓഫ് endometrium in pregnancy. പ്രഗ്നൻസിയിൽ എൻഡോമെട്രിയത്തിനെ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. എന്താണ് പറയുന്നത്? അതിനെ പറയുന്ന പേരാണ് ഡെസിഡുവ. ദ എൻഡോമെട്രിയം അറ്റ് പ്രഗ്നൻസി സ്റ്റേജ് ഇറ്റ് ഈസ് കോൾഡ് as ഡെസിഡുവ. അപ്പൊ ഇത്രയും പാർട്ട് എന്താണ്? ഡെസിഡുവ ആണ്. അപ്പൊ ഈ ഫീറ്റസിൽ നിന്ന് പ്ലാസന്റയിലോട്ട് ഈ യൂട്രസിൽ നിന്ന് പ്ലാസന്റയിലോട്ട് എങ്ങനെയാണ് ബ്ലഡ് കിട്ടുന്നത്? അതായത് മെറ്റേണൽ പാർട്ട് ആയിട്ടുള്ള മയോമെട്രിയം കണ്ടോ ഇവിടെയല്ല, അതായത് യൂട്രസ് ചുറ്റി ഒരുപാട് ബ്ലഡ് വെയിൻസ്, കാപ്പിലറീസ്, ആർട്ടറീസ് എല്ലാം എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മൈന്യൂട്ട് ആയിട്ടുള്ള ഓക്കെ, മൈന്യൂട്ട് ആയിട്ടുള്ള റെഡ് കളറിൽ നോട്ട് ചെയ്തേക്കുന്നത് എന്താണ്? ആർട്ടറീസ്. ദെൻ ബ്ലൂ കളറിൽ നോട്ട് ചെയ്തേക്കുന്നത് വെയിൻസ്. ഓക്കെ, മൈന്യൂട്ട് ആയിട്ടുള്ള ആർട്ടറീസും വെയിനും വഴി എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയം അല്ല, പെരിമെട്രിയം, മയോമെട്രിയം, അവിടെ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഇത് എന്തെന്ന് പറയുന്നു? ഇതാണ് വില്ലൈ. എന്താണ്? വില്ലൈ. ഈ വില്ലയിലോട്ട് എന്ത് ചെയ്യുന്നു? ഈ ആർട്ടറീസിൽ നിന്നും വെയിനിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം എന്ത് ചെയ്യുന്നു? പോകുന്നു. പോയിട്ട് ഈ വില്ലയിൽ കൂടെയാണ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? ഇതെന്താണ്?
ആർട്ടറീസ്, അംബ്ലിക്കൽ ആർട്ടറി ആൻഡ് അംബ്ലിക്കൽ വെയിൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതില് നോർമലി നമ്മൾ എന്ത് പറയും? നോർമലി ആർട്ടറിയിൽ കൂടെ പോകുന്നത് ഏത് ബ്ലഡ് ആണ്? പ്യുവർ ബ്ലഡ് ആണോ ഇംപ്യുവർ ബ്ലഡ് ആണോ? ആർട്ടറിയിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും അടുത്ത PSC ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ആർട്ടറിയിൽ കൂടെ പോകുന്നത് പ്യുവർ ബ്ലഡ് ആണ് ഇൻ നോർമൽ അഡൽട്ട് ഹ്യൂമൻ ബീങ്. പക്ഷേ ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ആകുമ്പോൾ ആർട്ടറിയിൽ കൂടെ പോകുന്നത് ഏതാണ്? ഇംപ്യുവർ ബ്ലഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഫീറ്റൽ സർക്കുലേഷനിൽ അംബ്ലിക്കൽ ആർട്ടറിയിൽ കൂടെ പോകുന്നത് ഏതാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ അംബ്ലിക്കൽ വെയിനിൽ കൂടെ പോകുന്നത് ഏതാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ശ്രദ്ധിച്ചിരിക്കുക, മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ നല്ലൊരു വലിയൊരു ചേഞ്ച് ആണുള്ളത്. റിപ്പീറ്റ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് അംബ്ലിക്കൽ ആർട്ടറിയിൽ കൂടെ പോകുന്ന ബ്ലഡ് ഏതാണ്? അംബ്ലിക്കൽ ആർട്ടറിയിൽ ഇംപ്യുവർ, ദാറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും അംബ്ലിക്കൽ വെയിനിൽ കൂടെ പോകുന്നത് ഏതാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡും ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോ ഇന്റർവില്ലസ് സ്പേസിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ടറീസും വെയിനിലോട്ട് നമ്മുടെ ബ്ലഡ് എത്തുന്നു. വെയിനിലാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത്. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു? നേരെ അംബ്ലിക്കൽ കോഡ് വഴി ബേബിയുടെ ബോഡിയിലോട്ട് പോകുന്നു. ഓക്കെ, അത് ചെറിയൊരു ഇത്. ഇനി ഈ ഒരു പിക്ചറിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ഫ്രം ദി പ്ലാസന്റ. എവിടെ നിന്നാണ് അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിൽ ഓപ്ഷൻ എന്താണ്? ഫീറ്റൽ പാർട്ട്, മെറ്റേണൽ പാർട്ട്. ഏതിൽ നിന്നാണ്? ഫീറ്റൽ പാർട്ടാണോ മെറ്റേണൽ പാർട്ടിൽ നിന്നാണോ ഈ അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അമ്നിയോണും കോറിയോണും. എന്താണ് ഈ അമ്നിയോണും കോറിയോണും? അപ്പം നമ്മുടെ ഫീറ്റസുമായിട്ട് കോണ്ടാക്ട് നിൽക്കുന്നത് ഏതാണ്? അമ്നിയോൺ ആണോ കോറിയോൺ ആണോ? അതും അടുത്ത PSC ക്വസ്റ്റ്യൻ ആണ്. ഫീറ്റസുമായിട്ട് ഇൻ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് ആരാണ്? ഒരു ഡൗട്ടും വേണ്ട, ഫീറ്റസുമായിട്ട് കോണ്ടാക്ട് നിൽക്കുന്നത് ഏതാണ്? അമ്നിയോൺ. ഈ ഒരു പിക്ചർ കണ്ടോ? ഓക്കെ, അതിൽ ഫസ്റ്റ് ലെയർ ഈസ് അമ്നിയോൺ, സെക്കൻഡ് ലെയർ ഈസ് കോറിയോൺ. ഈ രണ്ട് ലെയറും ഏതിന്റെ പാർട്ടാണ്? ഫീറ്റൽ പാർട്ട്. ഓക്കെ, ഈ പ്ലാസന്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് മെറ്റേണൽ പാർട്ട്. ഈ മെറ്റേണൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസൽ പ്ലേറ്റും നമ്മുടെ വില്ലാസും കൂടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ഏത്? മെറ്റേണൽ പാർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ പാർട്ട്. അതായത് വില്ലയുടെ പകുതി സെക്ഷനും ദ കോറിയോണിക് പ്ലേറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും വരുന്നതാണ് ഏത്? മിഡിൽ സെക്ഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫീറ്റൽ പാർട്ട്. ഫീറ്റൽ പാർട്ടിലാണ് ആരൊക്കെ ഉള്ളത്? അമ്നിയോണും കോറിയോണും ഉള്ളത്. അതുപോലെ തന്നെ അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കോറിയോണിൽ നിന്ന്. മറക്കരുത്. കണ്ടോ? അംബ്ലിക്കൽ കോഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ ലെയർ. ഇത് കണ്ടോ? രണ്ടാമത്തെ ലെയർ ഇവിടെ നിന്നാണ് അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് അറ്റ് കോറിയോൺ. ബട്ട് ഫീറ്റസിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? അമ്നിയോൺ. ബട്ട് യൂട്രസിനെ കവർ ചെയ്തിരിക്കുന്നത് ഏതാണ്? കോറിയോൺ. ക്ലിയർ ആയല്ലോ? ഡൗട്ട് എല്ലാം ക്ലിയർ ആയല്ലോ? അപ്പോ അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനി ഒരു കാര്യം കൂടെ. അപ്പം ഇതില് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അംബ്ലിക്കൽ കോഡാണ്. ഓക്കെ, അംബ്ലിക്കൽ കോഡിൽ നിങ്ങൾ കണ്ടു രണ്ട് ബ്ലൂ ലൈനും ഉണ്ട്, ഒരു റെഡ് ലൈനും ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓക്കെ, അപ്പൊ റെഡിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? ആർട്ടറി ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ അതെന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് എന്താണ് പറയുന്നത്? ഈ റെഡ് കളർ എന്താണ്? അംബ്ലിക്കൽ വെയിൻ. ഓക്കെ, ബ്ലൂ കളർ ഏതാണ്? അംബ്ലിക്കൽ ആർട്ടറി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അംബ്ലിക്കൽ കോഡ് ഹൗ മെനി ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആർ പ്രസന്റ്? എത്രയാണ്? 2 arteries and 1 vein. Clear? എത്ര ആർട്ടറീസും എത്ര വെയിനും ഉണ്ട്? 2 arteries and 1 vein. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതായത് എംബ്രിയോണിക് പീരീഡില് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആർട്ടറീസും 2 വെയിൻസും ഉണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡ് ഹൗ മെനി ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആർ പ്രസന്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 2 ആർട്ടറീസ് ആൻഡ് 2 വെയിൻസ് എന്ന് തന്നെ എഴുതണം. കാരണം എംബ്രിയോണിക് പീരീഡ് അതായത് 8 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ആകുമ്പോൾ അതിലുള്ള റൈറ്റ് അംബ്ലിക്കൽ വെയിൻ, ക്ലിയർ? ഏതാണ്? റൈറ്റ് അംബ്ലിക്കൽ വെയിൻ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ചെയ്ത് പോകുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വിച്ച് വെയിൻ ഈസ് ഡിസപ്പിയറിംഗ് ഡ്യൂറിങ് 8th വീക്ക് ഓഫ് ജെസ്റ്റേഷൻ? ഏതാണ്?
ദാറ്റ് ഈസ് റൈറ്റ് അംബ്ലിക്കൽ വെയിൻ ഈസ് ഡിസപ്പിയറിംഗ് ഡ്യൂറിംഗ് 8th വീക്ക് ഓഫ് ജസ്റ്റേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ അംബ്ലിക്കൽ കോഡിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ പ്ലാസന്റയെ കുറിച്ച് പഠിച്ചു, പ്ലാസന്റയുടെ സെക്ഷൻസ് പഠിച്ചു, പ്ലാസന്റയിലെ ഓർഗൻസ് പഠിച്ചു, ഡെസിഡിയോ എന്താണെന്ന് പഠിച്ചു, വില്ലെ പഠിച്ചു, വില്ലയിൽ കൂടെ ആർട്ടറീസും വെയിനും പറയുന്നത് പഠിച്ചു. ഇനി അതിൽ 2 പ്ലേറ്റ് ഉണ്ട്, അതുകൂടെ മറക്കല്ലേ. ഓക്കെ, നമ്മുടെ പ്ലാസന്റയില് 2 പ്ലേറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബേസൽ plate. Okay, first one is basal plate. Second one is chorionic plate. ഈ chorionic പ്ലേറ്റിലാണ് 2 പാർട്സ് ഉള്ളത്. ഏതൊക്കെയാണ്? അമ്നിയോണും കോറിയോണും. അപ്പം chorionic പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വരും. ഓക്കെ, amnion and chorion is present in കോറിയോണിക് പ്ലേറ്റ് ആണോ, ബേസൽ പ്ലേറ്റ് ആണോ, മിഡിൽ പ്ലേറ്റ് ആണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഏതാണ് അമ്നിയോണും കോറിയോണും പ്രസന്റ് ആയിരിക്കുന്നത്? ഏത് പ്ലേറ്റിലാണ്? ദാറ്റ് ഈസ് കോറിയോണിക് പ്ലേറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു പിക്ചർ എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോകാം, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസന്റയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ പ്ലാസന്റയിൽ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് ആണ് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ഫീറ്റൽ ലൈഫ്. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. What is the respiratory center of fetus? Respiratory center of fetus എന്ന് പറയുന്നത് ഏതാണ്? Very very important question. That is placenta. Respiratory center of fetus is placenta. അപ്പോൾ നമ്മുടെ respiratory center ഏതാണ്? ഓർത്തെടുത്തേ, നമ്മുടെ റെസ്പിറേറ്ററി സെന്റർ ഏതാണ്? മെഡുല ഒബ്ലാങ്കേട്ട. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഈ പ്ലാസന്റയിൽ എന്ത് ഫംഗ്ഷൻ ആണ് മെയിൻലി നടക്കുന്നത്? ഫിൽട്രേഷൻ. ക്ലിയർ? എന്താണ് നടക്കുന്നത്? filtration of plasma nutrients and waste മെയിൻ ആയിട്ട് നടക്കുന്ന. അപ്പൊ എന്താണ്? ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നു, ഫിൽട്രേഷനും നടക്കുന്നു. ക്ലിയർ? ഓക്സിജൻ എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് ഗ്യാസ് എക്സ്ചേഞ്ച് ആൻഡ് ഫിൽട്രേഷൻ. ഫിൽട്രേഷനിൽ എന്താണ്? പ്ലാസ്മ ന്യൂട്രിയൻസും വേസ്റ്റ് പ്രോഡക്ട്സും ആണ് എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നത്. ഇനി അപ്പോ പ്ലാസന്റ പഠിച്ചു, പ്ലാസന്റയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അംബ്ലിക്കൽ കോഡ് എറൈസ് ചെയ്യുന്നു. ഇനി ഈ അംബ്ലിക്കൽ കോഡിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഈ പിക്ചർ കാണുന്നുണ്ടോ? ദേ, ഇതാണ് അംബ്ലിക്കൽ കോഡ്. ഓക്കെ, ദേ ഏറ്റവും വലിയ വാൽവ്, ഇത് കണ്ടോ? ഏറ്റവും വലുത്. ഓക്കെ, ഈ ഏറ്റവും വലുതായിട്ടുള്ള ഏതാണ്? ദിസ് ഈസ് അംബ്ലിക്കൽ വെയിൻ. ഓക്കെ, മറക്കരുത്, അംബ്ലിക്കൽ വെയിനിൽ ഏതാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പോകുന്നത്. ഇത് രണ്ടും എന്താണ്? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് എവിടെ കൂടെയാണ്? അംബ്ലിക്കൽ ആർട്ടറി. ക്ലിയർ? അംബ്ലിക്കൽ ആർട്ടറിയിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോറി, ക്ലിയർ ആയല്ലോ? അംബ്ലിക്കൽ കോഡ്. അപ്പം 2 arteries and 1 vein ആണ്. Arteries carry deoxygenated blood, fetal waste, carbon dioxide to the placenta, and umbilical vein carries oxygenated blood from placenta to the fetus. Okay, clear? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫീറ്റൽ ഹീമോഗ്ലോബിൻ അഫിനിറ്റി എന്തിലോട്ടാണ്? ഓക്കെ, ഹീമോഗ്ലോബിൻ അഫിനിറ്റി ഇൻ ഫീറ്റസ് ഏതാണ്? ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി ഏതിലോട്ടാണ്? ദാറ്റ് ഈസ് ഓക്സിജൻ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ, അഡൽട്ടിന്റെ ബോഡിയിൽ ഹീമോഗ്ലോബിന് എന്തുമായിട്ടാണ് അഫിനിറ്റി കൂടുതലുള്ളത്? ഓർത്തെടുത്തേ, കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഫീറ്റൽ ലൈഫിൽ ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി എന്തിലോട്ടാണ്? ഓക്സിജനിലോട്ടാണ്. ഓക്കെ, മാറിപ്പോകരുത്. ദെൻ അഡൽട്ടിനാണെങ്കിൽ ഹീമോഗ്ലോബിൻ അഫിനിറ്റി ടു കാർബൺ മോണോക്സൈഡ്. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 3-4 PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വാർട്ടൻസ് ജെല്ലി. എന്താണ് ഈ വാർട്ടൻസ് ജെല്ലി എന്ന് പറയുന്നത്? ഈ അംബ്ലിക്കൽ കോഡ് കണ്ടോ? ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് കവർ ചെയ്തിട്ടുണ്ട്. ആ കവേർഡ് അംബ്ലിക്കൽ കോഡ് ഈസ് കവേർഡ് വിത്ത് വാർട്ടൻസ് ജെല്ലി. മറക്കരുത്. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ആണ്. ദ അംബ്ലിക്കൽ കോഡ് ഈസ് കവേർഡ് വിത്ത് എന്താണ്? വാർട്ടൻസ് ജെല്ലി. ഇനി നമ്മൾ പറഞ്ഞു 2 arteriesഉം 2 arteriesഉം 1 വെയിനും ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ഡക്റ്റും കൂടെ അതിലോട്ട് പോകുന്നുണ്ട്. ഏതാണ്? അലാന്റോസിസ്. കേട്ടിട്ടുണ്ടോ? അലാന്റോസിസ് ഡക്റ്റ്. ഈ ഡക്റ്റ്
ഡക്റ്റും പോകുന്നുണ്ട്. ഇത് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അലാൻഡോസിസ് ഡക്ട്? എന്താണ് ഈ അലാൻഡോസിസ് ഡക്ട് അംബ്ലിക്കൽ കോഡിൽ ചെയ്യുന്നത്? ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫീറ്റസ് എന്ത് ചെയ്യുന്നു? 8th വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫീറ്റസ് എപ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് ഫീറ്റൽ യൂറിൻ ഈസ് പാസ്ഡ് അറ്റ് എപ്പോഴാണ്? 8th വീക്ക് ഓഫ് ജെസ്റ്റേഷൻ. ബേബി എന്ത് ചെയ്യുന്നു? ഊമ്പിൽ കിടന്നുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? യൂറിൻ പാസ് ചെയ്യുന്നു. ഈ യൂറിനാണ് പിന്നീട് കൺവേർട്ട് ആയിട്ട് എന്ത് മാറുന്നത്? അമ്നോട്ടിക് ഫ്ലൂയിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂറിൻ എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ബ്ലാഡർ സിസ്റ്റം എല്ലാം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ അലാൻഡോസിസ് ഡക്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ അലാൻഡോസിസ് ഡക്ട് നമ്മുടെ കുഞ്ഞിന്റെ ഫീറ്റസിന്റെ ബ്ലാഡറുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു, ഡെഫിനിഷനിൽ പഠിച്ചു, ഇതിലൊരു എക്സ്ക്രീറ്ററി ഫംഗ്ഷനും കൂടെ ഉണ്ട് അല്ലെ? അപ്പോ ബ്ലാഡറിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിനെ എന്ത് ചെയ്യുന്നു? 1 പാർട്ട് ഓഫ് യൂറിൻ. ഓക്കെ, ഓൺലി 1 പാർട്ട് ഓഫ് യൂറിൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അലാൻഡോസിസ് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു? കുഞ്ഞ് ഊമ്പിന്റെ അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? യൂറിനായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ അലാൻഡോസിസ് അതിനെ അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് നേരെ അംബ്ലിക്കൽ ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? പ്ലാസന്റയിൽ പോയിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഫിൽട്രേഷൻ പ്രോസസ്സ് കടന്ന് തിരിച്ച് വീണ്ടും കയറും. ഓക്കെ, ന്യൂട്രീറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് അകത്തേക്ക് പോകുന്നു. ഇതാണ് അലാൻഡോസിസ് ഡക്ട്. അലാൻഡോസിസ് ഡക്ട് എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബ്ലാഡർ, ഫീറ്റൽ ബ്ലാഡറുമായിട്ടാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്? അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വാട്ടൺസ് ജെല്ലി ക്ലിയർ, അലാൻഡോസിസ് ഡക്ട് ഈസ് ക്ലിയർ. ക്ലിയർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ പറഞ്ഞു അംബ്ലിക്കൽ കോഡിൽ അംബ്ലിക്കൽ വെയിനും ഉണ്ട്, ആർട്ടറി ഉണ്ട്. വെയിനിലാണ് എന്ത് ചെയ്യുന്നത്? പ്യുവർ ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നു. അപ്പം ദാറ്റ് ബ്രിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് കമ്മിങ് ഫ്രം ദ പ്ലാസന്റ ടു ദ ഫീറ്റസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അംബ്ലിക്കൽ വെയിൻ ക്യാരി how much percentage of oxygen rich blood from placenta to fetus? Okay, പ്ലാസന്റയിൽ നിന്ന് ഫീറ്റസിലോട്ട് എത്ര പെർസെന്റേജ് ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അംബ്ലിക്കൽ വെയിൻ വഴി പോകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 80 to 85%. മറക്കരുത്, എത്ര പെർസെന്റേജ് ആണ്? 80 to 85%. ഓക്കെ, അപ്പൊ നോർമലി ഈ ഫീറ്റൽ സർക്കുലേഷൻ എടുക്കുമ്പോൾ വളരെ കുറച്ച് പാർട്ട് മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നുള്ളൂ. പിന്നെ ഫുള്ളും സർക്കുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? മിക്സഡ് ബ്ലഡ് ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അംബ്ലിക്കൽ വെയിൻസ് പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് അംബ്ലിക്കൽ ആർട്ടറി. ഓക്കെ, അംബ്ലിക്കൽ ആർട്ടറി എന്ന് പറയുന്നത് അംബ്ലിക്കൽ ആർട്ടറി ഇതാണേ, ഈ പോകുന്നത്. ഓക്കെ, ഈ റെഡ് ആയിട്ട് പോകുന്നത് ഏതാണ്? അംബ്ലിക്കൽ വെയിനും ബ്ലൂ ആയിട്ട് പോകുന്നത് അംബ്ലിക്കൽ ആർട്ടറിയുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ദേ ഇതാണ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി. കണ്ടോ, ഇന്റേണൽ ഇലിയാക് ആർട്ടറിയിൽ നിന്നാണ് എന്ത് പോകുന്നത്? തിരിച്ച് അംബ്ലിക്കൽ കോഡ് വഴി തിരിച്ചു പോകുന്നത്. ഓക്കെ, അംബ്ലിക്കൽ ആർട്ടറിയിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ് ടു ദ പ്ലാസന്റ. ക്ലിയർ? അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ ഫീറ്റസ് ടു ദ പ്ലാസന്റ. കണ്ടോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫീറ്റൽ സർക്കുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഓർഗൻസിനെ കുറിച്ച് പഠിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഓർഗൻ ആണ് ലിവർ. ലിവർ പഠിക്കണം, ഹാർട്ട് പഠിക്കണം, പിന്നെ ലങ്സ്. ഈ 3 ഓർഗൻസും ആണ് പഠിക്കേണ്ടത്. ഈ 3 ഓർഗൻസിലും ഓരോ ഡക്റ്റ് ഉണ്ട്. ഓക്കെ, സോറി, ഡക്റ്റ് അല്ല, 3 ഓർഗൻസിലും ഓരോ ഡക്ടസ് വീനോസ്, ഒരു ബൈപ്പാസുകൾ. ഈ 3 ബൈപ്പാസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഏതൊക്കെയാണ്? ഡക്ടസ് വീനോസിസ്, ഫൊറാമൻ ഓൾവെയിൽ ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസ്. ഈ 3 ബൈപ്പാസുകളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഫീറ്റൽ സർക്കുലേഷനിൽ പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തേതാണ് ഏത്? ബൈപ്പാസ് ആണ് ഡക്ടസ് വീനോസിസ്. ഓക്കെ, ക്ലിയർ? ഡക്ടസ് വീനോസിസ്. ഈ ഡക്ടസ് വീനോസിസ് എവിടെയാണുള്ളത്? ലിവർ. മറക്കരുത്. അടുത്ത PSC ക്വസ്റ്റ്യൻ ആണ്, ഡക്ടസ് വീനോസിസ് സീൻ ഇൻ വിച്ച് ഓർഗൻ? ഏതാണ്? ലിവർ. ലിവറിലാണ് കാണുന്നത്. അപ്പോൾ ഡക്ടസ് വീനോസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം അംബ്ലിക്കൽ വെയിൻ ടു ഇൻഫീരിയർ വീന കാവ. അപ്പൊ അംബ്ലിക്കൽ കോഡിൽ നിന്ന് വന്നു. അംബ്ലിക്കൽ കോഡിൽ എന്താണ്? വെയിന് നേരെ
എങ്ങോട്ടേക്ക് പോകുന്നു? അംബ്ലിക്കൽ കോഡിൽ നിന്നുള്ള വെയിന് നേരെ ലിവറിലോട്ടും പോവും. അംബ്ലിക്കൽ ആർട്ടറി എങ്ങോട്ടേക്കും പോവും? നമ്മുടെ ഇന്റേണൽ ഇലിയാക് ആർട്ടറിയിലോട്ടും പോവും. ഓക്കെ, അപ്പം ഈ വരുന്ന അംബ്ലിക്കൽ വെയിന് നേരെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതാണ് പോർട്ടൽ വെയിൻ. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് പോർട്ടൽ വെയിൻ. ഇവിടെ നിന്നാണ് അംബ്ലിക്കൽ വെയിൻ വരുന്നത്. കണ്ടോ, ഇതാണ് അംബ്ലിക്കൽ വെയിൻ. ഇവിടെ എത്രയാണ്? 80% ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അംബ്ലിക്കൽ വെയിനിൽ കൂടെ വരുന്നത്. നേരെ എന്ത് ചെയ്യുന്നു? അംബ്ലിക്കൽ വെയിൻ വഴി ലിവറിലോട്ട് വന്നു, അതായത് പോർട്ടൽ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ പോർട്ടൽ സിസ്റ്റത്തിൽ എന്താണുള്ളത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? That is deoxygenated blood. അപ്പോ ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, PSC ക്വസ്റ്റ്യൻ ഏതാണ്? The first mixing of deoxygenated blood is happened at, എവിടെ വെച്ചാണ് നടക്കുന്നത്? In the liver. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും മിക്സ് അപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ലിവർ. ക്ലിയർ ആയല്ലോ? ലിവറിൽ വെച്ച് മിക്സിംഗ് അപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നോർമലി ഈ വെയിനിൽ നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ലിവറിലോട്ട് വരുന്നു. പക്ഷെ ലിവർ ഫങ്ഷനിങ് ആണോ? അല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എന്താണ്? പ്രഷർ കുറവാണ്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബ്ലിക്കൽ വെയിനിൽ നിന്ന് വരുന്ന ബ്ലഡിന്റെ പ്രഷർ എന്താണ്? വളരെ കുറവാണ്. പക്ഷേ ലിവറിലുള്ള ബ്ലഡ് ആണെങ്കിലോ ഹൈലി റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ലിവർ റെസിസ്റ്റ് ചെയ്യുന്നു. അംബ്ലിക്കൽ വെയിനിൽ നിന്ന് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? നേരെ ലിവറിലോട്ട് കയറാൻ പറ്റുമോ? ഹൈലി റെസിസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ അംബ്ലിക്കൽ വെയിനിനാണെങ്കിൽ പ്രഷറും കുറവാണ്, അതുകൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവിടെ നിന്ന് മുകളിലോട്ട് ഹാർട്ടിലോട്ട് പോയി ലങ്സ് ലിവറിലോട്ടൊക്കെ പോയാലല്ലേ ഹോൾ ബോഡിയിലോട്ട്, ഫീറ്റസിന്റെ ഹോൾ ബോഡിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നില്ല? ലിവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോ ഇവിടെ ഒരു 25% ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമുക്കിവിടെ പോർട്ടൽ സിസ്റ്റത്തിലോട്ട് മിസ്സാകും. ഓക്കെ, 25%. ഈ പ്രഷറും റെസിസ്റ്റൻസും കാരണം എന്ത് ചെയ്യുന്നു? വളരെ സ്മോൾ എമൗണ്ട്, ദാറ്റ് ഇസ് 25%. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഇൻ ലിവർ? എത്രയാണ്? 25%. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ലോസ്റ്റ് ആകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അംബ്ലിക്കൽ വെയിൻ വിചാരിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ബൈപ്പാസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബൈപ്പാസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫീരിയർ വീന കാവ് വഴി എന്ത് ചെയ്യാം? ഹാർട്ടിലോട്ട് എത്തിച്ചേരാം. അങ്ങനെ അവരിടുന്ന ബൈപ്പാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡക്ടസ് വീനോസിസ്. So first bypass is ductus venosus. ആദ്യത്തെ bypass. അടുത്ത question, the first bypass of the fetal circulation is ductus venosus. Clear ആയല്ലോ? അപ്പോ 80% വന്നു, അതിൽ 25% ഇവിടെ ലോസ് ആയി. ബാക്കിയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് നേരെ എവിടെയോട്ട് അറ്റാച്ച് ചെയ്യുന്നത്? ഇൻഫീരിയർ വീന കാവ. ക്ലിയർ? എങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്? അംബ്ലിക്കൽ വെയിൻ ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇൻഫീരിയർ വീന കാവ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അംബ്ലിക്കൽ വെയിൻ ഈസ് അറ്റാച്ച്ഡ് ടു ഏതിലാണ്? ഇൻഫീരിയർ വീന കാവ. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു സിസ്റ്റം മനസ്സിലായോ? ലിവറിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഡക്ടസ് വീനോസിസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ അംബ്ലിക്കൽ വെയിൻ ടു ഇൻഫീരിയർ വീന കാവ ആൻഡ് there the first bypassing to the fetal liver. Okay, ലിവറിന്റെ അവിടെ വെച്ചാണ് ഫസ്റ്റ് ബൈപ്പാസ്. only 25% of blood is enter into the portal system. Clear? ഇനി രണ്ടാമത്തെ ബൈപ്പാസ്. ഓക്കെ, രണ്ടാമത്തെ ബൈപ്പാസ് ഏതാണ്? ഫോറാമൻ ഓവേൽ. അതുള്ളത് എവിടെയാണ്? ഏത് പാർട്ടിലാണ്? ഹാർട്ട്. ക്ലിയർ ആയോ? അപ്പോ ഹാർട്ടിലാണ് രണ്ടാമത്തെ ബൈപ്പാസ് ഉള്ളത്. അപ്പം ഈ ബൈപ്പാസ് കണക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഇതെന്താണ്? Okay, this is right atrium, this is left atrium. ഇത് കണ്ടോ? This is the second bypass. അപ്പൊ സെക്കൻഡ് ബൈപ്പാസ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫോറാമൻ ഓവേൽ. ഇവിടെ എവിടെയാണ് ബൈപ്പാസ് വരുന്നത്? റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പണിംഗ്, ഒരു ബൈപ്പാസ്. ആ ബൈപ്പാസ് we can call it as foramen ovale.
Clear ayo? So that foramen ovale connect the left and right atrium and it pushes blood from the right atrium to the left atrium. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. അഡൽട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ which part of the heart is highly pressurized? Okay, ഹൈ പ്രഷർ ഉള്ള പാർട്ട് ഏതാണ്? നമുക്ക് പറയാൻ പറ്റും, ഒരു കൺഫ്യൂഷനും വേണ്ട, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. എന്തിനാണ് ആ പ്രഷർ അവിടെ വന്നേക്കുന്നത്? അവിടെ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആരുണ്ട്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്താൽ, കൺട്രാക്ഷൻ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അയോട്ട വഴി ഹോൾ ബോഡി പാർട്ടിലോട്ട് നമുക്ക് ബ്ലഡ് എത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. പക്ഷേ ഇവിടെ ഫീറ്റൽ സർക്കുലേഷൻ ആകുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് പ്രഷർ ഉള്ളത് ഏതാണ്? റൈറ്റ്. ഓക്കെ, ദ റൈറ്റ് പാർട്ട്, റൈറ്റ് ഏട്രിയത്തിലാണ് എന്ത് പറയുന്നത്? ഹൈയസ്റ്റ് പ്രഷർ. അടുത്ത PSC ക്വസ്റ്റ്യൻ അത്, ദ ഹൈയസ്റ്റ് പ്രഷർ ഏരിയ ഓഫ് ദ ഫീറ്റൽ ഹാർട്ട്. Which one is? Right atrium. Okay, അല്ലെങ്കിൽ റൈറ്റ് പാർട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ റൈറ്റ്. അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത്? ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും ലോ പ്രഷർ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് നോർമലി പമ്പ് ചെയ്യും. അതുപോലെ അപ്പൊ ഏറ്റവും അടുത്ത്, ഓക്കെ, ഇനി വേറൊരു പാർട്ടും കൂടെ അവിടെയുണ്ട്. ഏതാണ്? നമ്മുടെ ഇത് ഏത് പാർട്ടാണ്? ഇത് റൈറ്റ് ഏട്രിയം. ഇവിടെ ഏതാണ്? റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോ ഈ ഒരു പാർട്ടാണോ ഏറ്റവും അടുത്ത്? ഈ ഒരു പാർട്ടാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ഡെഫിനറ്റ്ലി ഏതാണ്? ഈ ഒരു വാൽവ് ആയിരിക്കും അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം കാണുന്ന വാൽവിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹൈലി പ്രഷറൈസ് ആയിട്ടുള്ള റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടും പോകുന്നത് ഏതാണ്? ഇങ്ങോട്ടേക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ റൈറ്റ് ഏട്രിയത്തിൽ വെച്ച് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഓക്കെ, ഈ റൈറ്റ് ഏട്രിയത്തിൽ ഏതൊക്കെ വാൽവ്സ് ആണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഇൻഫീരിയർ വീന കാവേ, inferior vena cavയും superior vena cavയും. ക്ലിയർ? ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവ നമ്മൾ നേരത്തെ പഠിച്ചു. എന്ത് പഠിച്ചു? പ്ലാസന്റയിൽ നിന്നും അംബ്ലിക്കൽ കോഡിലൂടെ ബ്ലഡ് വരുന്നു. അംബ്ലിക്കൽ കോഡിൽ നിന്ന് നേരെ എന്ത് സംഭവിക്കുന്നു? അംബ്ലിക്കൽ ആർട്ടറിയും വെയിനുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അംബ്ലിക്കൽ വെയിൻ നേരെ ഇൻഫീരിയർ വീന കാവയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഇൻഫീരിയർ വീന കാവയുമായിട്ട് വന്ന് എന്ത് സംഭവിക്കുന്നു? ഈ ഹാർട്ട് എന്താണ്? റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? സുപ്പീരിയർ വീന കാവയും അവിടെ അറ്റാച്ച്ഡ് ആണ്. ഈ സുപ്പീരിയർ വീന കാവ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹോൾ ബോഡിയിലുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? തിരിച്ച് സുപ്പീരിയർ വീന കാവ വഴി ഇവിടെ വരുന്നു. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് മിക്സിംഗ് ഓഫ് ബ്ലഡ് ഈസ് ഹാപ്പൻ അറ്റ്. ഓക്കെ, രണ്ടാമത്തെ മിക്സിംഗ് ഓഫ് ബ്ലഡ് നടക്കുന്നത് ഏതാണ്? എവിടെയാണ്? റൈറ്റ് ഏട്രിയം. അപ്പോ ഏറ്റവും അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ദ മോർ എമൗണ്ട് ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് മിക്സിംഗ് അറ്റ്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ടുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മിക്സ് ചെയ്യുന്നതും എവിടെ വെച്ചാണ്? റൈറ്റ് ഏട്രിയത്തിലാണ്. ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? ഓക്കെ, റൈറ്റ് ഏട്രിയം. അങ്ങനെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിലോട്ട് ബ്ലഡ് ഓട്ടോമാറ്റിക്കലി പാസ് ആവുന്നു. പാസ് ആയിട്ട് അതിനു മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ പഠിക്കണം. റൈറ്റ് ഏട്രിയത്തിൽ പറഞ്ഞു. ഇനി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സാധനം ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടി വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഇതെന്താണ്? ട്രൈകസ്പിഡ് ആണോ ബൈകസ്പിഡ് ആണോ? എന്താണിത്? അപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഹാർട്ട്, ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ഹാർട്ടിന്റെ വാൽവ് എന്താണ്? ട്രൈ കസ്പ്, 3 കസ്പുകളുണ്ട്. ഓക്കെ, ബൈകസ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. ദാറ്റ് ഈസ് ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്ന് പറയും. ബൈകസ്പ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിലുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോ ട്രൈകസ്പ് ഇവിടെ എന്താണ്? ട്രൈകസ്പ്, ദിസ് ഈസ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ നമുക്ക് മോർ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പറയുന്നു. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ട്രൈകസ്പിഡ് വാൽവ് വഴി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. ഓക്കെ, ഇനി റൈറ്റ് വെൻട്രിക്കിളില് അവിടെ ഒരു സെമി ലൂണാർ വാൽവ് ഉണ്ട്. ഏതാണ് സെമി ലൂണാർ വാൽവ്? ഏതൊക്കെയാണ് നമ്മുടെ സെമി ലൂണാർ വാൽവ്സ്? ഏതൊക്കെയാണ്? പൾമണറി ആർട്ടറി ആൻഡ്
അയോട്ട. ഏതൊക്കെയാണ്? പൾമണറി ആർട്ടറിയും അയോട്ടയും. അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, പൾമണറി ആർട്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പൾമണറി ആർട്ടറിയോട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഓൺലി വൺ ആർട്ടറി ദാറ്റ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ്. ഓക്കെ, അഡൽട്ടിന്റെ കേസിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലിയർ? അഡൽട്ടിന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ദ ഓൺലി വൺ ആർട്ടറി ദാറ്റ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് പൾമണറി ആർട്ടറി. മറക്കരുത്. അപ്പോൾ പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ ലങ്സ്, ഇവിടെ ആരിയ്ക്കുന്നുണ്ട്? നമ്മുടെ ലങ്സ് ഇരിപ്പുണ്ട് അല്ലേ? നമ്മുടെ ലങ്സ് ഉണ്ട്, ലങ്സിലോട്ട് പോകുന്നു. ഇനി അടുത്ത ലങ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ ഹാർട്ടിനെ കുറിച്ച് മനസ്സിലായല്ലോ, ഫൊറാമൻ ഓവേലിനെ കുറിച്ച് മനസ്സിലായല്ലോ. ക്ലിയർ ആയോ? അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി കുറച്ച് വാല്യൂസ് ഫീറ്റൽ സർക്കുലേഷനുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ദ ഫസ്റ്റ് വൺ ഈസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ്. കാർഡിയാക് ഔട്ട്പുട്ട് ഡ്യൂറിങ് ഫീറ്റൽ ലൈഫിൽ എത്രയാണ്? 350 ml/kg/minute. അപ്പൊ അഡൽട്ടിന്റെ കേസിൽ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? ഒന്ന് ഓർത്തെടുത്തേ. കാർഡിയാക്കിന്റെ ഔട്ട്പുട്ട് എത്രയാണ് നമ്മുടെ? ഓക്കെ, ദാറ്റ് ഈസ് 5 to 6 liters ആണ്. അപ്പൊ 5 to 6 liters ആണ് അഡൽട്ടിന്റെ കേസിൽ. ബട്ട് ഫീറ്റസിന്റെ കേസിൽ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? 350 ml/kg/minute. ഇനി അടുത്ത് ഫോളോയിങ് ബർത്ത്, ബർത്തിന് ശേഷം. ഓക്കെ, ഡ്യൂറിങ് ബർത്തിൽ എന്തായിരിക്കും? നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടത്തില്ലേ? ഓക്കെ, വർക്ക് ലോഡ് കൂടുന്നു. അപ്പൊ എത്രയായിരിക്കും? 500 ml/minute. ഇതെല്ലാം PS റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫീറ്റൽ ലൈഫിൽ 350 ml/minute. Then following birth 500 ml/minute ആണ്. ഇനി ഹാർട്ട് റേറ്റ്, വാട്ട് ഈസ് ദ നോർമൽ ഹാർട്ട് റേറ്റ് ഓഫ് ദ ഫീറ്റസ്? അത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടാണ് ഇപ്പോൾ PS എല്ലാം. നമുക്കൊരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് 2 ഓപ്ഷൻസ് ആണ് ഏറ്റവും ടഫായിട്ട് നമുക്ക് അതിൽ നിന്ന് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള പാട്. അപ്പൊ ചില ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, ദ നോർമൽ ഹാർട്ട് റേറ്റ് ഓഫ് ദി ന്യൂ ബോൺ. ഓക്കെ, അതിൽ നോർമലി 120 to 160 ഉണ്ട്, 110 to 140 ഉണ്ട്, 110 to 160 ഉണ്ട്, 120 to 140 ഉണ്ട്. കണ്ടോ? കൺഫ്യൂസിങ് ആയിരുന്നു ഇല്ലേ? കൺഫ്യൂസിങ്, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കൺഫ്യൂഷനും വേണ്ട. ദ നോർമൽ ന്യൂ ബോണിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 120 to 160 beats/minute. ക്ലിയർ? കാർഡിയാക് റേറ്റ് എത്രയാണ്? ഹാർട്ട് റേറ്റ് എത്രയാണ്? 120 to 160 beats/minute. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫ്ലോ ചെയ്യാം. അംബ്ലിക്കൽ ബ്ലഡ് ഫ്ലോ. അംബ്ലിക്കൽ കൂടെ പോകുന്നില്ലേ ബ്ലഡ് ഫ്ലോ? അത് എത്രയാണ്? 180 ml/minute. മറക്കരുത്. അംബ്ലിക്കൽ ബ്ലഡ് ഫ്ലോ 180 ml/minute. Then pulmonary blood flow. Pulmonary എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിലോട്ട് ബ്ലഡ് പോകുന്നുണ്ട്. ലങ്സിലോട്ട് എത്രയാണ് പോകുന്നത്? ദാറ്റ് ഈസ് 75 ml/kg. 75 ml/kg. അപ്പൊ ഒന്ന് സമറൈസ് ചെയ്തേ, എന്തൊക്കെയാ നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്? കാർഡിയാക് ഔട്ട്പുട്ട് പഠിച്ചു. എത്രയാണ് കാർഡിയാക് ഔട്ട്പുട്ട് ഫീറ്റൽ ലൈഫിൽ? 350 ml/kg/minute. Then ഫോളോയിങ് ബർത്തിലാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? കൂടുന്നു, 500 ml/kg. Then ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യുന്നു? നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? 120 to 160 beats/minute. Then അംബ്ലിക്കൽ കോഡിലുള്ള ബ്ലഡ് ഫ്ലോ എത്രയാണ്? 180. മറക്കരുത്. 180 ml/minute. Then പൾമണറി ബ്ലഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 75 ml/kg. ക്ലിയർ? The next side, ലങ്സിനെ കുറിച്ച് പറയാം. അപ്പൊ ഫീറ്റൽ സർക്കുലേഷന് ലങ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ഓർഗൻസ് ഫീറ്റസ് ആവുമ്പോൾ തന്നെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ എന്തില്ല, അവിടെ ഫങ്ഷനിങ്ങേ ഇല്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഫീറ്റൽ ലൈഫിൽ ഓർഗൻസ് ഫങ്ഷനിങ് ചെയ്യാത്തത്? The answer is the fetal organs are highly resistant. എന്താണ്? fetal organs are highly resistant. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും ലങ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ലങ്സും റെസിസ്റ്റന്റ് ആകുന്നു. അവിടെ എന്തില്ല? സർഫക്റ്റന്റ് ഇല്ല. എന്താണ് സർഫക്റ്റന്റ്? അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സർഫക്റ്റന്റ്? സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഓക്കെ, സർഫസ് ടെൻഷനെ കുറയ്ക്കുന്നു. അപ്പൊ സർഫക്റ്റന്റ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? 20 weeks of gestation. അടുത്ത ക്വസ്റ്റ്യൻ,
സർഫക്റ്റന്റ് ഈസ് ഡെവലപ്ഡ് അറ്റ് 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആകുമ്പോൾ മാത്രമേ സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഈ ലങ്സിലുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, കുറഞ്ഞു വരുന്നുള്ളൂ. ക്ലിയർ? റെസിസ്റ്റൻസ് കുറയുന്നുള്ളൂ. സർഫക്റ്റന്റ് വരുന്നു, സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു. അപ്പൊ നോർമലി സർക്കുലേഷനിലുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു, ആൽവിയോൾ എല്ലാം എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്ത് വരുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ സർഫക്റ്റന്റ് ഇവിടെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിച്ച് സെൽ ഈസ് പ്രൊഡ്യൂസിങ് സർഫക്റ്റന്റ്? ഏതാണ്? Which cell is producing surfactant? Type 2 alveolar cell. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് 2 alveolar cells is producing surfactant. ക്ലിയർ ആയോ? അപ്പോൾ ലങ്സ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പോയിന്റിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഹൈലി റെസിസ്റ്റൻസ് ടു ദ ബ്ലഡ് ഫ്ലോ ഇൻ ഹൈ ഇൻ ലങ്സ്. രണ്ടാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ ബ്ലഡ് വിൽ bypasses the non functioning fetal lungs. കണ്ടോ? ദ മൂന്നാമത്തെ ബൈപാസ് ഏതാണ്? ഡക്ടസ് ആർട്ടീരിയോസിസ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? അംബ്ലിക്കൽ വെയിൻ ആണ് വരുന്നത് അല്ലേ? അംബ്ലിക്കൽ വെയിൻ ആണ് ആദ്യം നമ്മുടെ പ്ലാസന്റയിൽ നിന്ന് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ ബൈപ്പാസ് എന്ന് പറയുന്നത് ഡക്ടസ് വീനോസിസ്. ക്ലിയർ? ഏറ്റവും ലാസ്റ്റത്തെ ബൈപ്പാസ് എന്ന് പറയുന്നത് ഡക്ടസ് ആർട്ടീരിയോസിസ്. ക്ലിയർ? അപ്പോൾ ഡക്ടസ് ആർട്ടീരിയോസിസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ലങ്സിലോട്ട് ബ്ലഡ് പോകാതെ അയോട്ട വഴി പോകാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബൈപ്പാസ് ഇടുന്നു. ക്ലിയർ? ദ മോസ്റ്റ് ഓഫ് ദ ബ്ലഡ് വിൽ ബൈപാസ് ദ നോൺ ഫങ്ഷനിങ് ഫീറ്റൽ ലങ്സ് ആൻഡ് വിൽ ബി distributed to the different parts of the body. Clear ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? the small portion of the oxygenated blood that the lungs സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് റിമെയിൻ ഇൻ ദ ലങ്സ്. ദെയർഫോർ ദ ഫീറ്റൽ ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലഡ് അവര് യൂട്ടിലൈസ് ചെയ്യുന്നു. ക്ലിയർ ആയോ ലങ്സിനെ കുറിച്ചുള്ള പോയിന്റ്സ് എല്ലാം? ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞു അവിടെ ഒരു ബൈപ്പാസ് ഉണ്ടെന്ന്. അപ്പൊ ആ ബൈപ്പാസിന്റെ പേരാണ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഏതാണ്? ഡക്ടസ് ആർട്ടീരിയോസിസ്. ഇനി ഡക്ടസ്, ദ ആർട്ടറി ആണ് ലാസ്റ്റ് വരുന്ന ബൈപ്പാസ്. ഓക്കെ, ഡക്ടസ് ആർട്ടീരിയോസ്. ഈ ഡക്ടസ് ആർട്ടീരിയോസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഏതൊക്കെ തമ്മിൽ? പൾമണറി ആർട്ടറി ടു അയോട്ട. മറക്കരുത്. അടുത്ത PSC ക്വസ്റ്റ്യൻ എന്താണ്? ഡക്ടസ് ആർട്ടീരിയോസിന്റെ കണക്ഷൻ ആരൊക്കെ തമ്മിലാണ്? പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. ക്ലിയർ ആയോ? ബൈപാസിങ് ഏതിനെയാണ് അത് ബൈപാസ് ചെയ്യുന്നത്? ഫീറ്റൽ ലങ്സിനെ. അപ്പൊ ഡക്ടസ് വീനോസിസ് ഏതിനെയാണ് ബൈപാസ് ചെയ്യുന്നത്? നമ്മുടെ ലിവറിനെ ബൈപാസ് ചെയ്യുന്നു. ഫൊറാമൻ ഓവേൽ ഏതിനെയാണ് ബൈപാസ് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിനെ ബൈപാസ് ചെയ്യുന്നു. മൂന്നാമത്തെ ബൈപാസ് എന്ന് പറയുന്നത് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഡക്ടസ് ആർട്ടീരിയോസിസ് ആരെ ബൈപാസ് ചെയ്യുന്നു? ലങ്സിനെ ബൈപാസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ബൈപാസിങ് ദ ലങ്സ്. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ദേ കണ്ടോ, ഇതെന്താണ്? കണ്ടോ, ഇതെന്താണ്? റൈറ്റ് ഏട്രിയം. ഓക്കെ, ദെൻ റൈറ്റ് വെൻട്രിക്കിൾ. ക്ലിയർ? മനസ്സിലായോ? ദെൻ ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, നെക്സ്റ്റ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇൻഫീരിയർ വീനക്കാവ് വഴിയും സുപ്പീരിയർ വീനക്കാവ് വഴിയും വരുന്ന പ്യുവർ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു അല്ലെ? കുറെ മോർ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഫൊറാമൻ ഒവേൽ വഴി അപ്പുറത്തെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പറയുന്നു. പക്ഷെ സ്മോൾ എമൗണ്ട് എങ്ങോട്ടേക്ക് വരുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ ആരുണ്ട്? ഇത് ഏതാണ്? ഇതെന്താണ്? ദിസ് ഈസ് പൾമണറി ആർട്ടറി. അപ്പം പൾമണറി ആർട്ടറി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൾമണറി ആർട്ടറി ഒറിജിനേറ്റ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇവിടെ എന്താണ്? സെമി ലൂണാർ വാൽവ്സ് ആണുള്ളത്. ഇവിടെയും എന്താണ്? 3 കസ്പുകളാണ്, ട്രൈകസ്പിഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഹാർട്ടിന്റെ അകത്ത് ഒരേ ഒരു മാത്രമേ ഉള്ളൂ ബൈ കസ്പിഡ് ആയിട്ടുള്ളത്.
ഓക്കെ, ബൈകസ്പ് ആയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള വാൽവ്സ്, ഇടയ്ക്കുള്ള വാൽവ്സ് ആണ് ഏതാണ്? ബൈകസ്പിഡ്. ബാക്കി എല്ലാ സെമി ലൂണാർ വാൽവ്സും ഈ ഇത് തമ്മിലുള്ള റൈറ്റ് ഏട്രിയം വെൻട്രിക്കിളും തമ്മിലുള്ള വാൽവ്സ് എല്ലാം ഏതാണ്? ട്രൈകസ്പിഡ്. 3 കസ്പുകളുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ എന്ത് ചെയ്യുന്നു? ഇവിടെ ആരുണ്ട്? ലങ്സ് ഉണ്ട്, പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ലങ്സിന് സ്വീകരിക്കാൻ വയ്യ, ഹൈലി പ്രഷറൈസ് ചെയ്തിരിക്കുവാണ്, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരല്ലേന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബൈപ്പാസ് കൊടുത്തേ പറ്റൂ, അല്ലെ? എങ്കിലല്ലേ നമ്മുടെ ഹോൾ ബോഡിയിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഒരു ബൈപ്പാസ് ഇടാം. ആ ബൈപ്പാസ് ആണ് ഈ കാണുന്ന ബൈപ്പാസ്. കണ്ടോ? ഇതെന്താണ്? അയോട്ട. എവിടെ നിന്ന് വരുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന അയോട്ടയും നമ്മുടെ പൾമണറി ആർട്ടറിയും തമ്മിലുള്ള ബൈപ്പാസ്. ക്ലിയർ ആയോ? കണ്ടോ ബൈപ്പാസ്? കണ്ടോ? മൂന്നാമത്തെ ബൈപ്പാസ് ഡക്ടസ് ആർട്ടീരിയോസിസ്. അതാണ് ബൈപ്പാസിങ് ദ ലങ്സ്. അപ്പൊ ലങ്സിലോട്ട് ബ്ലഡ് പോകാതെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇടവഴിയിൽ കൂടെ എന്ത് ചെയ്യുന്നു? ആര് കയറി പോകുന്നു? ബ്ലഡ് കയറി പോകുന്നു. ആ മൂന്നാമത്തെ ബൈപ്പാസ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ക്ലിയർ ആയോ? അപ്പം വാൽവ്സ് എല്ലാം ക്ലിയർ ആയോ? ഡക്റ്റുകളെല്ലാം ക്ലിയർ ആയോ? ബൈപ്പാസുകളെല്ലാം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഞാൻ പറഞ്ഞു നേരത്തെ വാൽവുകൾ, കാർഡിയാക് വാൽവ്സ് ഒക്കെ ഉണ്ടെന്ന്. ഇതാണ് ട്രൈകസ്പിഡ്. ട്രൈകസ്പിഡ് എവിടെയാണ് ഇരിക്കുന്നത്? ട്രൈകസ്പിഡ് എവിടെയാണ് ഇരിക്കുന്നത്? പറയൂ, എവിടെ ട്രൈകസ്പിഡ് വാൽവ് ഇരിക്കുന്നത്? എവിടെയാണ്? റൈറ്റ് ഏട്രിയവും വെൻട്രിക്കിളും തമ്മിലാണ് ട്രൈകസ്പിഡ്. ദെൻ ദിസ് ഈസ് ബൈകസ്പ്. കണ്ടോ? ഒരു കസ്പ്, 2 കസ്പ്. ഇവിടെ ആണെങ്കിലോ 1, 2, 3 കസ്പുകൾ. ഇത് രണ്ടുമാണ് ഏത്? സെമി ലൂണാർ വാൽവ്സ്. ഓക്കെ, സെമി ലൂണാർ വാൽവ്സിലും എന്താണ്? 3 കസ്പുകൾ. അതൊരു വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അഡൽട്ട് ഹ്യൂമൻ ഹാർട്ട്. ഇതിന്റെ വാൽവ്സ് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വാൽവ്സ് ഇതാണ് നോർമൽ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ എന്താണ് വാൽവ്സ് നമുക്ക് നോക്കാം. എത്ര വാൽവ്സ് ആണുള്ളത്? ഓക്കെ, കണ്ടോ? ഓക്കെ, ഹാർട്ടിന്റെ വാൽവ്സ് 2 സെമി ലൂണാർ വാൽവ്സും ഉണ്ട്, 2 AV വാൽവ്സും ഉണ്ട്. AV വാൽവ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ, ദിസ് വൺ ഈസ് റൈറ്റ് ഏട്രിയം, then right ventricle, left atrium and left ventricle. Okay, അപ്പൊ ഫസ്റ്റ് ട്രൈകസ്പിഡ്. ഇത് കാണുന്നുണ്ടോ? ട്രൈകസ്പിഡ് എന്ന് പറഞ്ഞാൽ 3 കസ്പുകളുണ്ട്. ദ ഫസ്റ്റ് കസ്പ് ഏതാണ്? ഓക്കെ, 1 minute. ഓക്കെ, 3 കസ്പ്. 1, 2, 3 കസ്പ്. ട്രൈകസ്പിഡ്. ദെൻ ബൈകസ്പിഡ്. ഇതാ കണ്ടോ? ഏതൊക്കെ തമ്മിലാണ്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ളത് ഏതാണ്? ബൈകസ്പിഡ്. ഫസ്റ്റ് കസ്പ്, സെക്കൻഡ് കസ്പ്. ഇവിടെ കണ്ടോ? നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ദ ഹാർട്ട് എന്താ സംഭവിക്കുന്നത്? ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും സുപ്പീരിയർ വീനക്കാവയിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ്, ദാറ്റ് ഈസ് ബ്ലൂ. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ ആരുണ്ട്? നമ്മുടെ സെമി ലൂണാർ വാൽവ്. ഏതൊക്കെയാണ്? അതും ഏതാണ്? ട്രൈകസ്പിഡ്. കണ്ടോ? കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? നമ്മുടെ കാർഡിയാക് കൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? മുകളിലോട്ട്, അപ്പർ പാർട്ടിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിപ്പോ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ദ കൺട്രാക്ഷൻ വന്നു, നേരെ പൾമണറി ആർട്ടറി വഴി ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്ന് ഏതാണ്? പൾമണറി വെയിൻ. കണ്ടോ? ഇത് രണ്ടുമാണ് പൾമണറി വെയിൻ. പൾമണറി വെയിൻ വഴി എന്ത് സംഭവിക്കുന്നു? നോക്കിക്കോളൂ. കൺട്രാക്ഷൻ സമയത്ത് പൾമണറി വെയിൻ വഴി നേരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നു. വീണ്ടും ഹാർട്ട് എന്ത് ചെയ്യുന്നു? കൺട്രാക്ഷൻ സമയത്ത് അയോട്ട വഴി നമുക്ക് പുറത്തു പോകുന്നു. കസ്പുകളെല്ലാം ക്ലിയർ ആയോ? ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്. ഓക്കെ, അതേപോലെ സെമി ലൂണാർ കണ്ടോ? മുകളിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പോകുന്നുണ്ടോ? ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, അതിനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, നമുക്ക് ഏതൊരു ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് അനിമേഷനും കാര്യങ്ങളിലും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുക.
ഇനി നമ്മൾ പറഞ്ഞു കുറച്ച് ഷണ്ടുകളുണ്ടെന്ന്. ഈ ഷണ്ടുകളൊക്കെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റീകളക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടേക്കുന്നത്. ഓക്കെ, 3 ഷണ്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഡക്ടസ് വീനോസിസ് ഫസ്റ്റ് ഷണ്ട്, രണ്ടാമത്തെ ഷണ്ട് എന്ന് പറയുന്നത് ഓർഡർ തെറ്റിയാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ഷണ്ട് ഫൊറാമൻ ഓവയിലാണ്. മൂന്നാമത്തെ ഷണ്ട് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. ഡക്ടസ് വീനോസിസ് ഏതൊക്കെയാണ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? അംബ്ലിക്കൽ വെയിനും ഇൻഫീരിയർ വീന കാവയും. ഫൊറാമൻ ഓവയിൽ ആരൊക്കെ തമ്മിലാണ്? റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും തമ്മിൽ. ഡക്ടസ് ആർട്ടീരിയോസിസ് ആരൊക്കെ തമ്മിലാണ്? പൾമണറി ആർട്ടറിയും അയോട്ടയും. ഇനി മറക്കില്ലല്ലോ, ഇത് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി ഫീറ്റൽ സർക്കുലേഷൻ. അപ്പൊ ഇത് ഇത്രയുമാണ് എന്ത് പറയുന്നത്, ഒരു റിലേറ്റഡ് സ്ട്രക്ചേഴ്സും അതിന്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഈ പോകുന്ന ഫ്ലോയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇത് പഠിക്കാൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ. ആദ്യം ഒന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞു പ്ലാസന്റയെ കുറിച്ച് പഠിച്ചു. പ്ലാസന്റയിൽ നിന്ന് ആര് വരുന്നുണ്ട്? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? പ്ലാസന്റയിൽ നിന്ന് വരുന്നു, നേരെ അംബ്ലിക്കൽ വെയിൻ പോകുന്നു. അംബ്ലിക്കൽ വെയിൻ നേരെ പോയിട്ട് എന്ത് സംഭവിക്കുന്നു? ലിവറിലോട്ട് എത്തുന്നു. ലിവറിലോട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്? പോർട്ടൽ വെയിൻ ഉണ്ട്. പോർട്ടൽ വെയിനിൽ കൂടെ 25% പോകുന്നു. അവിടെ ലങ്സ് ലിവർ ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബൈപ്പാസ് ഇടുന്നു. ആ ബൈപ്പാസിനെ എന്ത് വിളിക്കുന്നു? ഡക്ടസ് വീനോസിസ് എന്ന് വിളിക്കുന്നു. ഈ ഡക്ടസ് വീനോസിസ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? ഇൻഫീരിയർ വീനക്കാവയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഈ ഇൻഫീരിയർ വീനക്കാവ എവിടെ പോകുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ പോകുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് അവർ എങ്ങോട്ടേക്ക് പോകുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കുറച്ച് മോർ എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഫൊറാമൻ ഒവേൽ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേ, ഫസ്റ്റ് ഡിവിഷൻ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡിവിഷൻ നടക്കുന്നു. ഡിവിഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റൈറ്റ് വെൻട്രിക്കിളിൽ പോയത് നേരെ എങ്ങനെ പോകുന്നു? പൾമണറി ആർട്ടറി വഴി പോകുന്നു. അവിടെ ലങ്സ് എന്ത് ചെയ്യുന്നു? ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്നു, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ബ്ലഡ് പോകുന്നില്ല, നേരെ അവിടെ അടുത്ത ബൈപ്പാസ് ഇടുന്നു, അയോട്ടയിലോട്ട്. ഓക്കെ, രണ്ടാമത്തെ മൂന്നാമത്തെ ലാസ്റ്റ് ബൈപ്പാസ് ഏതാണ്? അയോട്ടയുമായിട്ട് ബൈപ്പാസ് ഇടുന്നു. ദാറ്റ് ഈസ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഓക്കെ, അതുവഴി അയോട്ടയിൽ എത്തി. ഒരു വാൾവിലൂടെ ഉള്ളത് എത്തി. ഇനി അടുത്തത് ഏതാണ്? ഫൊറാമൻ ഓവയിൽ കൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ച് പോകുന്നു. അപ്പൊ ഈ കാർഡിയാക്കിൻ്റെത് ഏതാണ്? ഫൊറാമൻ ഓവയിൽ. നേരെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് അയോട്ട വഴി ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ഓക്കെ, ക്ലിയർ? ഏതാണ്? ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ഇലിയാക് ആർട്ടറി മറ്റ് സിസ്റ്റമിക് സർക്കുലേഷനിൽ കൂടെ പോകുന്നു. ഓക്കെ, പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാ ഓർഗൻസിലോട്ടും പോയി, എല്ലാ സെൽസിലോട്ടും പോയിട്ട് എന്ത് ചെയ്യുന്നു? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് സ്വീകരിച്ച് തരുന്നതാണ് നമ്മുടെ ഫീറ്റസ് സർക്കുലേഷന്റെ അവസാന പാർട്ടായ അംബ്ലിക്കൽ ആർട്ടറി. അപ്പൊ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ഫീറ്റസ് സർക്കുലേഷൻ ഓഫ് ദ ഫീറ്റസ് ബോഡി നിന്ന് കളക്ട് ചെയ്യുന്നത് ആരാണ്? അംബ്ലിക്കൽ ആർട്ടറി. ഈ അംബ്ലിക്കൽ ആർട്ടറിയുടെ കണക്ഷൻ, ഈ അംബ്ലിക്കൽ ആർട്ടറി എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി. എന്തുമായിട്ടാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ അംബ്ലിക്കൽ ആർട്ടറി കണക്റ്റഡ് ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റിലും ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട്. കാരണം എന്താ? 2 ആർട്ടറീസ് ഉണ്ട്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്റേണൽ ഇലിയാക് ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ച് നമ്മുടെ പ്ലാസന്റയിൽ എത്തുന്നു. അവിടെ ഫിൽട്രേഷൻ നടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ദിസ് ഈസ് ഫീറ്റൽ സർക്കുലേഷൻ. എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇട്ടാൽ മതി. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇനി ഇത്രയാണ് ഫീറ്റൽ സർക്കുലേഷൻ. ഇപ്പം നമ്മൾ മദറിന്റെ ഉള്ളിൽ കിടക്കുന്നത് പറഞ്ഞു. ഇനി ആഫ്റ്റർ ദാറ്റ്, ഓക്കെ, കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഇതാ ഒരു ജസ്റ്റ് ഫ്ലോ ചാർട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് പൗസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. പറഞ്ഞു തരണമെങ്കിൽ ജസ്റ്റ് ഓട്ടിച്ചൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്ലാസന്റയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് എടുക്കുന്നത്. പ്ലാസന്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നു. ആര് വഴിയാണ് വരുന്നത്? അംബ്ലിക്കൽ വെയിൻ വഴി വരുന്നു. അംബ്ലിക്കൽ വെയിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു പാർട്ട് നേരെ ലിവറിലോട്ട് പോകുന്നു, വേറൊരു പാർട്ട് അവിടെ ഒരു ബൈപ്പാസ് ഇട്ടിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ഡക്ടസ് വീനോസിസിലോട്ട് പോകുന്നു. ഡക്ടസ് വീനോസിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവയിൽ പോകുന്നു. ഓക്കെ, പിന്നെ വേറൊരു റൂട്ട് എന്ത് ചെയ്യുന്നു? ലിവറിൽ പോകുമ്പോൾ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുണ്ട്, അത് നേരെ തിരിച്ച് ഇൻഫീരിയർ വീനക്കാവയിൽ വരുന്നു. അപ്പൊ 2 ബ്ലഡും കൂടെ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇൻഫീരിയർ വീനക്കാവയിൽ
കാവയിൽ എത്തി. ഇനി ഇൻഫീരിയർ വീന കാവയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. അവിടെ ഇൻഫീരിയർ വീന കാവയെ സുപ്പീരിയർ വീന കാവയ എന്നുള്ള ബ്ലഡ് എല്ലാം വന്ന് ഫില്ല് ചെയ്യുന്നു. അപ്പൊ മോർ എമൗണ്ട് ഓഫ് ബ്ലഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലാണ്. ആ റൈറ്റ് ഏട്രിയം വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു, വേറൊരെണ്ണം ഫൊറാമൻ ഓവ ഏതാ അടുത്ത രണ്ടാമത്തെ ബൈപ്പാസ് ഫൊറാമൻ ഓവയിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഈ ഫൊറാമൻ ഓവയിലോട്ട് പോയത് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോയി, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോയി, നേരെ അയോട്ട വഴി പോകുന്നു, നോർമൽ പ്രോസസ് വഴി പോകുന്നു. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ പോയ ആൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പൾമണറി ആർട്ടറി വഴി ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ, ഓക്കെ, ലങ്സിൽ പോകുന്നു. ലങ്സിൽ എന്ത് ചെയ്യുന്നു? സ്മോൾ എമൗണ്ട് നമ്മൾ പോകുന്നു പറഞ്ഞല്ലോ അതിന്റെ ഫംഗ്ഷനിങ് വേണ്ടിയിട്ട്. പൾമണറി വെയിൻ വഴി വീണ്ടും എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കയറുന്നു, വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ട. ഇനി പൾമണറി ട്രങ്ക് ഏതാണ്? പൾമണറി ആർട്ടറിയിൽ എന്ത് സംഭവിക്കുന്നു? മൂന്നാമത്തെ ബൈപ്പാസ് ഏതാണ്? ഡക്ടസ് ആർട്ടീരിയോസിസ്. ഡക്ടസ് ആർട്ടീരിയോസിസ് വഴി അയോട്ടയിൽ വരുന്നു. അപ്പൊ അയോട്ടയിൽ രണ്ട് കണക്ഷൻസ് വരും. എവിടെ നിന്നൊക്കെയുള്ളത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡക്ടസ് ആർട്ടീരിയോസിസ് നിന്നും വന്നു. പിന്നെ സിസ്റ്റമിക് സർക്കുലേഷനിൽ പോകുന്നു. സിസ്റ്റമിക് സർക്കുലേഷനിൽ നിന്ന് പിന്നെ അംബ്ലിക്കൽ ആർട്ടറി, ഓക്കെ, ഇന്റേണൽ ഇലിയാക് ആർട്ടറിയിൽ നിന്നുള്ള എല്ലാ ബ്ലഡും എന്ത് ചെയ്യുന്നു? അംബ്ലിക്കൽ ആർട്ടറി വഴി നേരെ പ്ലാസന്റയിലേക്ക് കൊള്ളുന്നു. ഓക്കെ, മറ്റത് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഫീറ്റസും ഇൻഫന്റ് സർക്കുലേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഞാനൊന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു പോവാണ്. അപ്പൊ ഫീറ്റൽ ലൈഫിലാണ് എന്താണ്? ലോ പ്രഷർ സിസ്റ്റം. ലോ പ്രഷർ അതായത് സർക്കുലേഷൻ എല്ലാം എന്താണ്? ലോ പ്രഷറും നമ്മുടെ ഓർഗൻസിലെല്ലാം എന്താണ്? ഹൈ പ്രഷറുമാണ്, ഭയങ്കര റെസിസ്റ്റന്റ് ആണ്. പക്ഷെ ഫീറ്റൽ ലൈഫ്, പക്ഷെ ഇൻഫൻസി പീരീഡ്, അപ്പം ആഫ്റ്റർ ബർത്ത് എന്താ സംഭവിക്കുന്നത്? ഹൈ പ്രഷർ സിസ്റ്റം ആയിട്ട് പോകുന്നു. സർക്കുലേഷൻ എന്തായിട്ട് മാറുന്നു? ഹൈ പ്രഷർ സിസ്റ്റം ആയിട്ട് പോകുന്നു. പിന്നെ അടുത്തത് എന്താണ്? റൈറ്റ് ടു, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീറ്റൽ ലൈഫിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിങ് ആണ് നടക്കുന്നത്. ക്ലിയർ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫീറ്റൽ ഷണ്ടിങ് എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഷണ്ടിങ് നടക്കുന്നത്. പക്ഷേ ഇൻഫൻസി ആകുമ്പോഴോ ലെഫ്റ്റ് ടു റൈറ്റ് ബ്ലഡ് ഫ്ലോ. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ബ്ലഡ് ഫ്ലോ. ദെൻ ഫീറ്റൽ ലൈഫിൽ ലങ്സ് നോൺ ഫങ്ഷനിങ് ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് lungs is functional. Okay, next increased pulmonary resistance. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫൻസി ആകുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് എല്ലാം മാറുന്നു. The last point increased systemic resistance, അതും പറഞ്ഞു. ഓക്കെ, സിസ്റ്റം നമ്മുടെ ബ്ലഡ് സപ്ലൈ റെസിസ്റ്റന്റ് ആണ്. Then increased systemic resistance. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് പോസ്റ്റ്നേറ്റൽ ചേഞ്ചസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ സെക്ഷനിലോട്ട് കടക്കുവാണ്. ഇപ്പൊ ഫീറ്റൽ സർക്കുലേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ഡെലിവറി ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ ഫീറ്റസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ ഫീറ്റസ് ഏതാണ്? ക്രൈ ആണ്, അല്ലെങ്കിൽ ബ്രീത്ത് ആണ്. ബ്രീത്ത് എങ്ങനെയാണ് എടുക്കുന്നത്? ബേബി ക്രൈയിൽ കൂടെയാണ്. അപ്പോ ഫസ്റ്റ് ബേബി ഡെലിവറി ചെയ്ത് വരുന്നു, നമ്മൾ ആദ്യം സക്ഷൻ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, വിച്ച് പാർട്ട് ഈസ് സക്ഷനിങ് അറ്റ് ഫസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി? ഏതാണ്? നോസ് ആണോ മൗത്ത് ആണോ ആദ്യം സക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത്? ഡെഫിനറ്റ്ലി ഇത് മൗത്ത് ആണ്. കാരണം എന്താണ്? മൗത്ത് ക്ലിയർ ചെയ്താൽ മാത്രമേ ബേബിക്ക് ക്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്രൈ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഓക്സിജൻ അല്ലെങ്കിൽ എയർ എൻട്രി ഉണ്ടാകത്തുള്ളൂ. എയർ എൻട്രി ഉണ്ടായാൽ മാത്രമേ നോർമൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ചേഞ്ചസ് ആർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ബൈ ബേബീസ് ഫസ്റ്റ് ബ്രീത്ത് എടുത്തു. അത് കഴിഞ്ഞ് ക്ലാമ്പിംഗ് ദ കോഡ്. ഇനി കോഡ് ക്ലാമ്പിങ്ങിനെ കുറിച്ച് കുറച്ച് PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറയാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോഡ്? ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് 45. ഇനി ഈ 45 സെന്റിമീറ്റർ കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാം. ദ ഫോട്ടോതെറാപ്പി മെഷീൻ ആൻഡ് ദ ബേബീസ് length is, height is 45 centimeter. The spinal cord length is 45 centimeter. Incisor teeth to stomach in the cardiac part ആയിട്ടുള്ള length height എത്രയാണ്? 45 centimeter. Evacuation enema height, evacuation enema കൊടുക്കാനുള്ള height എത്രയാണ്? 45 centimeter. IV tubings നമ്മള് പേഷ്യന്റും തമ്മിലുള്ള ഹൈറ്റ് എത്രയാണ്? 45 സെന്റിമീറ്റർ. എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്? അപ്പൊ 45 സെന്റിമീറ്റർ കൊണ്ട് ഒരുപാട് കാര്യം. പിന്നെ വാസ്റ്റ് ഡിഫറൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 45 സെന്റിമീറ്റർ. അപ്പൊ ഒരുപാട് 45 സെന്റിമീറ്റർ കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാമ്പിംഗ് ദ കട്ട്, നമ്മൾ എപ്പോഴാണ് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യേണ്ടത്? ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടും ബേബി എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ബേബി ക്രൈ ചെയ്തില്ല. ഓക്കെ,
അത് that means baby is high risk babies. അപ്പോൾ high risk babies ആണെങ്കിൽ നമ്മൾ എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്? 30 to 60 സെക്കൻഡ്സിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. PSC ക്വസ്റ്റ്യൻ. The next question, okay, what is the length of the length of the umbilical cord, the cutting length എത്രയാണ്? നോർമൽ ബേബീസിന്റെ കട്ടിംഗ് ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ. നോർമൽ ബേബീസിന് 5 സെന്റിമീറ്റർ. അപ്പോൾ ഹൈ റിസ്ക് ബേബീസിന്റെ അംബ്ലിക്കൽ കോഡിന്റെ ലെങ്ത് എവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്? 10 സെന്റിമീറ്റർ. അപ്പോൾ അംബ്ലിക്കൽ കോഡ് നമ്മൾ എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്? ഹൈ റിസ്കിനും നോർമലിനും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം, ജസ്റ്റ് ലിസൺ ചെയ്യുക. അപ്പൊ നോർമൽ ഹൈ റിസ്ക് ബേബീസ് ആണെങ്കിൽ നമ്മൾ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യേണ്ടത് ആഫ്റ്റർ 10 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ 10 സെന്റിമീറ്ററിന് ശേഷം കട്ട് ചെയ്യേണ്ടത്? കാരണം നമ്മുടെ പ്രീ ടേം ബേബീസോ ലോ ബർത്ത് ബേബീസ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ റിസ്ക് ബേബീസ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് നോർമലി കാനുല ഇടാനുള്ള നമ്മുടെ കാനുല സൈറ്റ്സ് ഒന്നും എന്ത് ചെയ്യില്ല, വെയിൻസും ആർട്ടറീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നല്ല ഹെൽത്തി ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീറ്റ്, IV ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് എവിടെ കൂടെയാണ്? അംബ്ലിക്കൽ കോഡിൽ കൂടെയാണ്, അംബ്ലിക്കൽ വെയിനിൽ കൂടെയാണ് നമ്മൾ എന്ത് സംഭവിച്ച് കൊടുക്കുന്നത്? അവിടെ കൂടെ ഒരു കത്തീറ്റർ ഇട്ട്, ഓക്കെ, UVC എന്ന് പറയും, അംബ്ലിക്കൽ വെയിൻ കത്തീറ്റർ എന്ന് പറയും. അതിന് കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിയറി ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അംബ്ലിക്കൽ കോഡ്, അംബ്ലിക്കൽ കത്തീറ്റർ ഇടാൻ കരുതിയാണ് നമ്മൾ 10 സെന്റിമീറ്ററിൽ വെച്ച് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ക്ലാമ്പ് ചെയ്യും. അപ്പൊ എത്രയൊക്കെ സെന്റിമീറ്റർ വിത്തിൽ വെച്ചാണ് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത്? ഹൈ റിസ്ക് ഡെലിവറി ആണെങ്കിൽ അംബ്ലിക്കൽ കോഡിൽ ക്ലാമ്പ് ചെയ്യുന്നത് 8th സെന്റിമീറ്ററിനും 10th സെന്റിമീറ്ററിലും ഇടയിലായിരിക്കും ക്ലാമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആഫ്റ്റർ 10 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഹൈ റിസ്ക് കഴിഞ്ഞു. ഇനി നോർമൽ ബേബീസിനാണെങ്കിൽ നമ്മൾ എവിടെയാണ് ക്ലാമ്പ് ചെയ്യേണ്ടത്? 3 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലാണ് 2 ക്ലാമ്പ് ഇടുന്നത്. ക്ലാമ്പ് ഇട്ടതിന് ശേഷം ആഫ്റ്റർ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നു? നമ്മൾ കട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതാണ് അംബ്ലിക്കൽ കോഡിന്റെ കട്ട് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ റിസ്ക് ബേബീസിനാണെങ്കിൽ 30 to 60 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ നോർമൽ കേസസിൽ എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ബേബി ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൾസേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അംബ്ലിക്കൽ കോഡില് പൾസേഷൻ എപ്പോഴാണ് സീസ് ചെയ്യുന്നത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. വിത്തിൻ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാക്ക് ഫ്ലോ. ഓക്കെ, ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഉണ്ടാവും. അതായത് എന്ത് ചെയ്യുന്നു? തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡും മെറ്റേണൽ ബ്ലഡും എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? തിരിച്ച് ബേബിയുടെ ബോഡിയിലോട്ട് കിടക്കുന്നു. ഓക്കെ, ബേബിയുടെ ബോഡിയിലോട്ട് കിടന്നാൽ എന്ത് സംഭവിക്കുന്നു? അതേപോലെ RH ഇൻകോമ്പാക്റ്റബിലിറ്റി അങ്ങനെയുള്ള കേസസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏർലി തന്നെ എന്ത് ചെയ്യുന്നു? കോഡ് ക്ലാമ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും. ഇല്ലെങ്കിൽ എന്ത്? ബാക്ക് ഫ്ലോ. അതേപോലെ HIV മദേഴ്സ്, ഓക്കെ, അതെല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് തിയറി ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കം ബാക്ക് ടു ദ ഫീറ്റൽ സർക്കുലേഷൻ. ഇപ്പൊ പോസ്റ്റ്നേറ്റൽ ചേഞ്ചസിൽ ഫസ്റ്റ് വൺ ഈസ് ബേബി ഫസ്റ്റ് ബ്രീത്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അംബ്ലിക്കൽ കോഡ് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്താൽ ഉടനെ തന്നെ ലോ പ്രഷറിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റം ഓരോ ഓർഗൻസും എന്ത് ചെയ്യുന്നു? ലോ പ്രഷറിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് ഫംഗ്ഷനും എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെയായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫ്രം പ്ലാസന്റ ടു ദ ലങ്സ്. ഓക്കെ, നോർമൽ ഗ്യാസ് എക്സ്ചേഞ്ച് പ്ലാസന്റയിൽ നിന്ന് മാറിയിട്ട് അത് ലങ്സിലോട്ട് മാറുന്നു. കാരണം എന്താണ്? അവിടെ ഓർഗൻസിലെല്ലാം എന്ത് ചെയ്തു? ലോ പ്രഷറുമായി. സിസ്റ്റമിക് സർക്കുലേഷനിലെല്ലാം എന്ത് സംഭവിച്ചു? ഹൈ പ്രഷറുമായി. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറായിട്ടുള്ള ഓർഗൻസിലോട്ട് എന്ത് ചെയ്യുന്നു? സർക്കുലേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിക്കുന്നു? സെപ്പറേഷൻ. അപ്പൊ ലങ്സിലോട്ട് മാറിയല്ലോ, ഓട്ടോമാറ്റിക്കലി സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ബേബിയുടെ ബോഡിയുടെ ടെമ്പറേച്ചറിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ മദറിന്റെ ഊമ്പിലായിരിക്കുമ്പോഴത്തേക്ക് ബേബി എന്ത് ചെയ്യുന്നു? വാം എൻവയോൺമെന്റിലാണ്
കഴിയുന്നത് അല്ലേ. നേരെ പുറത്ത് എൻവയോൺമെന്റിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, കൂളാണ് എൻവയോൺമെന്റ്. ഈ കൂളായിട്ടുള്ള എൻവയോൺമെന്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ അത് ഭയങ്കരമായിട്ട് അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. ആ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട് ബേബി എന്ത് ചെയ്യുന്നു, ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ എടുക്കുന്നു. എന്താണ് എടുക്കുന്ന ഡിഫൻസ് മെക്കാനിസം? ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് മെറ്റബോളിസം. അടുത്ത ക്വസ്റ്റ്യൻ, PSC ക്വസ്റ്റ്യൻ. ഫോർ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ ദ ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ന്യൂബോൺ ഈസ് increase the metabolism. മെറ്റബോളിസം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മസ്റ്റ്, നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫീറ്റൽ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? ഫീറ്റസിന്റെ കാർഡിയാക് ഔട്ട്പുട്ട് 350 ml/kg അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ഡെലിവറി എത്രയാണ് ഫീറ്റസിന്റെ കാർഡിയാക് ഔട്ട്പുട്ട്? 500 ml/kg. ക്ലിയർ ആയല്ലോ? 500 ml/minute. അതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നു. പിന്നെ ഇനി ഏജ് അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച് കാർഡിയാക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, കൂടി 5 to 6 ലിറ്റേഴ്സിലോട്ട് വരുന്നു. ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്. സിസ്റ്റമിക് നോർമൽ സർക്കുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ലങ്സിൽ നിന്നുള്ള മീൻസ് ബാക്കി ഓർഗനിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നോർമൽ സർക്കുലേഷനിൽ കയറുന്നില്ല. അപ്പം റെസിസ്റ്റൻസ് അവിടെ കൂടുന്നു. ദാറ്റ് കോസസ് ലങ്സ് ടു ഇൻഫ്ലേറ്റ് വിത്ത് ഓക്സിജൻ. ക്ലിയർ ആയോ? The last point is lungs now become a low pressure system. അങ്ങനെ ലങ്സ് ലോ പ്രഷർ സിസ്റ്റം ആവുന്നു, നോർമൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി കുറച്ച് റെമനന്റിനെ കുറിച്ച് പഠിക്കാം. ആഫ്റ്റർ ദ ഡെലിവറി നമ്മൾ കുറെ ബൈപ്പാസുകൾ പഠിച്ചല്ലോ. എത്ര ബൈപ്പാസ് പഠിച്ചു? 3 ബൈപ്പാസുകൾ പഠിച്ചു. ഈ ബൈപ്പാസുകൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു, റെമനന്റ് ആയിട്ട് മാറുന്നു. എന്തായിട്ട്? ഒരു ലിഗമെന്റ്സ് ആയിട്ട് മാറുന്നു. ലിഗമെന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ആദ്യത്തെ നമ്മുടെ മീൻസ് ഷണ്ട് ഏതാണ്? ആദ്യത്തെ ഫസ്റ്റ് ഷണ്ട് ഏതാണ്? ഡക്ടസ് വീനോസിസ്. ഓക്കെ, ഡക്ടസ് വീനോസിന് എന്താ സംഭവിക്കുന്നത്? അത് ഫങ്ഷണൽ ക്ലോസിംഗ് നടക്കുന്നുണ്ട്, അനാട്ടമിക്കൽ ക്ലോസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷണൽ ക്ലോസിംഗ്. ഫങ്ഷൻ ആയിട്ട് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി. ഓക്കെ, 2 ഷണ്ടുകൾ മാത്രമേ ഉള്ളൂ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഡക്ടസ് വീനോസിസും ഫൊറാമൻ ഓവലും. ഹാർട്ടിലുള്ള ബൈപ്പാസും ലിവറിലുള്ള ബൈപ്പാസും ആണ് ആദ്യമായിട്ട് ക്ലോസ് ചെയ്യുന്നത്, ഫങ്ഷണൽ ക്ലോസിംഗ്. ഇനി ഡക്ടസ് ആർട്ടീരിയോസിസ് ഫങ്ഷണലി എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 10 to 96 hours ആഫ്റ്റർ ബർത്ത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത അനാട്ടമിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുന്നത്? 2 to 3 weeks ഫോർ ഡക്ടസ് ആർട്ടീരിയോസിസ്. ഫൊറാമൻ ഓവയിൽ ആണെങ്കിലോ 1 week. അതുകൊണ്ടാണ് ഈ ഫൊറാമൻ ഓവയിൽ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ASD എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ASD എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ഓക്കെ, ആ ഡിഫക്റ്റ് ഇപ്പം ബർത്തിൽ തന്നെ കുഞ്ഞിന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഡോക്ടർ എന്ത് ചെയ്യും, സർജിക്കൽ ക്ലോഷർ ഉടനെ തന്നെ പറയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യുക, 1 year ആകട്ടെ, വെയിറ്റ് ചെയ്യാം എന്ന് പറയാം. അപ്പൊ ഫൊറാമൻ ഓവയിൽ അനാട്ടമിക്കലി ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ 1 week. Okay, sorry, 1 year. Then ductus venosus ആണെങ്കിലോ 3 to 7 days after birth. അപ്പൊ ഇത് ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണലും അനാട്ടമിക്കലും ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ടാണ് പിന്നെ ഇരിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ എന്തായിട്ടാണ് ഇരിക്കുന്നത്, അതാണ് റെമനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡക്ടസ് ആർട്ടീരിയോസിന്റെ റെമനന്റ് എന്താണ്? ആർട്ടറി ഉണ്ട്, ലിഗമെന്റും ആർട്ടീരിയോസും ഉണ്ട്. അപ്പൊ ആർട്ടറിയിൽ ഒന്നും ചെന്ന് വന്നില്ല, ഡക്ടസ് മാറിയിട്ട് അവിടെ ഏത് വേർഡ് ആയിട്ട് വരുന്നു? ലിഗമെന്റം. അപ്പൊ ഡക്ടസ് ആർട്ടീരിയോസിസ് ഈസ് ചേഞ്ചസ് ടു ലിഗമെന്റം ആർട്ടീരിയോസിസ്. അപ്പൊ ഡക്ടസ് വീനോസിസ് എന്തായിട്ട് മാറുന്നു? അതും ലിഗമെന്റം വീനോസിസ്. സിമ്പിൾ അല്ലേ, ഈസി അല്ലേ? ഓക്കെ, അപ്പൊ ഡക്ടസ് ആർട്ടീരിയോസിസ് ലിഗമെന്റം ആർട്ടീരിയോസിസും ഡക്ടസ് വീനോസിസ് ലിഗമെന്റം വീനോസിസും ആകുന്നു. ഇനി ഫൊറാമൻ ഓവയിൽ എന്ത് ചെയ്യുന്നു? അത് ഫോസ ഒവാലിസ് ആയിട്ട് ഒരു ഡിപ്രഷൻ. ഓക്കെ, അവിടെ ഒരു ഡിപ്രഷൻ പോലെ ഇരിക്കും. ആ ഡിപ്രഷനെ പറയുന്ന പേരാണ് ഫോസ ഒവാലിസ്. ക്ലിയർ ആയല്ലോ? ഇനി 2 കാര്യങ്ങളും കൂടെ അവിടെ ഇനിയും ചേഞ്ച് ചെയ്യുന്നത് ഏതൊക്കെയാണ്? അംബ്ലിക്കൽ വെയിനും അംബ്ലിക്കൽ ആർട്ടറി. ഓക്കെ, അംബ്ലിക്കൽ വെയിനും അംബ്ലിക്കൽ ആർട്ടറിയും. അംബ്ലിക്കൽ വെയിൻ എന്തായിട്ട് മാറുന്നു? ലിഗമെന്റം ടെറസ്. റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണ്. അംബ്ലിക്കൽ വെയിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ലിഗമെന്റം ടെറസ് ആയിട്ട് മാറുന്നു. അംബ്ലിക്കൽ ആർട്ടറി ആണെങ്കിലോ അംബ്ലിക്കൽ ലിഗമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, 2ലും ലിഗമെന്റും ഉണ്ട്. വെയിനിൽ വരുമ്പോൾ ഫസ്റ്റ് ലിഗമെന്റ് എഴുതണം, ലിഗമെന്റം ടെറസ് ആവുന്നു. ഒരു ടെറസിലാണ് ലിഗമെന്റ് ഇരിക്കുന്നത്. ഓർക്ക, വെയിനാണ് ആദ്യം പോകുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. അത് എന്ത് ചെയ്യുന്നു? ടെറസ് ആകുന്നു, ലിഗമെന്റം ടെറസ് ആകുന്നു. അംബ്ലിക്കൽ ആർട്ടറി എന്തായിട്ട് മാറുന്നു? അംബ്ലിക്കൽ ലിഗമെന്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ?
ഇനി ഇത് നമ്മുടെ നോർമൽ സർക്കുലേഷൻ, അതിന്റെ പാർട്സ് ചേഞ്ച് റെമനന്റ് ആകുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫീറ്റൽ സർക്കുലേഷൻ. ഫീറ്റൽ സർക്കുലേഷനിൽ അംബ്ലിക്കൽ വെയിനെ കണ്ടോ? സോറി, ഓക്കെ. ഫീറ്റൽ സർക്കുലേഷനിൽ അംബ്ലിക്കൽ വെയിനെ കണ്ടു. ഇതാണ് അംബ്ലിക്കൽ വെയിൻ. ഈ അംബ്ലിക്കൽ വെയിനിൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറുന്നു കണ്ടോ? ലിഗമെന്റൽ ടെറസ് ആയിട്ട് മാറുന്നു, ലിഗമെന്റ് ആയിട്ട് മാറുന്നു. ഇനി രണ്ടാമത് പറഞ്ഞത് ഏതാണ്? ഡക്ടസ് വീനോസസ്. ഡക്ടസ് വീനോസസ് ഇത് കണ്ടോ? ഇതെന്ത് ചെയ്യുന്നു? ഡിസപ്പർ ചെയ്യുന്നു. എന്തായിട്ട് മാറുന്നു? ലിഗമെന്റും വീനോസസും ആയിട്ട് മാറുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഇല്ല, ഇവിടെ ഇല്ല, ലിഗമെന്റ് ആയിട്ട് മാറുന്നു. ലിഗമെന്റും വീനോസസ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത് എന്ന് പറയുന്നു, നമ്മൾ പറഞ്ഞതാ ഇത് കണ്ടോ? കണക്ഷൻ ഫൊറാമൻ ഒവേൽ. ഫൊറാമൻ ഒവേൽ എന്ത് ചെയ്യുന്നു? ഫോസ ഒവാലിസ് ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിപ്രഷൻ ആയിട്ട് മാറുന്നു. കണ്ടോ? ഫോസ ഒവാലിസ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തെ ഷണ്ട് ഏതാണ്? ദാറ്റ് ഈസ് ഏതാണ്? ഡക്ടസ് ആർട്ടീരിയോസിസ്. ഡക്ടസ് ആർട്ടീരിയോസിസും എന്തായിട്ട് മാറുന്നു? ദേ ഇരിക്കുന്ന ലിഗമെന്റ് കണ്ടോ? ഇതാ കണ്ടോ? ഇതായിരിക്കുന്നുണ്ടോ ലിഗമെന്റ്? അത് ലിഗമെന്റ് ആയിട്ട് മാറുന്നു. ലിഗമെന്റും ആർട്ടീരിയോസിസും ആയിട്ട് മാറുന്നു. ഇനി ലാസ്റ്റ് ചേഞ്ച് എന്താണ്? അംബ്ലിക്കൽ ആർട്ടറി. ഇതേ വരുന്ന രണ്ട് ആർട്ടറീസ് ഉണ്ടോ? 2 ആർട്ടറീസ് ഉണ്ട്. ആ 2 ആർട്ടറീസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ അംബ്ലിക്കൽ ലിഗമെന്റ് ആയിട്ട് ചേഞ്ച് ആവുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ? പിക്ചേഴ്സ് ക്ലിയർ ആയല്ലോ? ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആണ്. ഇതിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനുള്ളത് ജസ്റ്റ് ഫീറ്റൽ സർക്കുലേഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഈ ഫീറ്റൽ സർക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഓരോ പ്രോബ്ലംസ് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ നന്നായിട്ട് തന്നെ എടുത്തു തരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആരും കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? PSCയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ക്ലാസിഫിക്കേഷനിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈനോട്ടിക്കും ഉണ്ട്, സൈനോട്ടിക് ഉണ്ട്. സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. അതായത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നു. അപ്പോൾ അതിൽ എന്താണ് വരുന്നത്? ഷണ്ടുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, സൈനോട്ടിക്കിൽ ഏത് ഷണ്ടാണ്? സൈനോട്ടിക്കിൽ ഏത് ഷണ്ടാണ്? അപ്പൊ മറക്കരുത്, സൈനോട്ടിക്കിൽ വരുന്ന ഷണ്ട് ഏതാണ്? ഓക്കെ, സൈനോട്ടിക്കിൽ വരുന്ന ഷണ്ട് ഏതാണ്? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്. കാരണം എന്താ? ഇവിടെ ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് എന്താണ്? ഇംപ്യൂർ ഓക്സിജൻ ആണ്, ഇംപ്യൂർ ബ്ലഡ് ആണ്. ഈ ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓൾറെഡി പ്യുവർ ബ്ലഡ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ മിക്സിംഗ് ഓഫ് ബ്ലഡ് സംഭവിക്കും. മിക്സിംഗ് ഓഫ് ബ്ലഡ് സംഭവിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? സൈനോസിസ് ഉണ്ടാകുന്നു. അപ്പൊ സൈനോസിസ് ഉണ്ടാകുന്നതാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, ദാറ്റ് ഈസ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. അത് പഠിക്കാൻ ഈസി ആയിട്ട്. ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ സൈനോട്ടിക് ആണ്, മറക്കരുത്. ഓക്കെ, ടി വെച്ച് ഏതൊക്കെ കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്യോ അതാണ്. ഏതാണ്? ടെർട്ടോളജി ഓഫ് ഫാലേറ്റ്, ട്രൈകസ്പിഡ് അട്രേഷ്യ, പിന്നെ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ടോട്ടൽ അനോമലസ് പൾമണറി ആർട്ടറി റിട്ടേൺ. ഓക്കെ, ഇതിൽ എക്സ്ട്രാ വരുന്നത് ഏതാണ്? പൾമണറി സ്റ്റീനോസിസ്. ഇത് മാത്രം എക്സ്ട്രാ, ടി അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എല്ലാം സ്റ്റാർട്ടഡ് വിത്ത് ലെറ്റർ ടി. ഓക്കെ, ക്ലിയർ. ഇനി സൈനോട്ടിക്കിൽ എന്താണ്? ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ്. അപ്പൊ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലോട്ട് വരുന്നു. അവിടെ ഇമ്പ്യൂരിറ്റി ഉണ്ട്, പക്ഷെ അവിടെ വേറെ ആരുണ്ട്? പൾമണറി ആർട്ടറി ഉണ്ട്. റൈറ്റ് വെൻട്രിക്കിളിൽ പൾമണറി ആർട്ടറി ഉണ്ട്. ആ ആർട്ടറി വഴി നേരെ എന്ത് ചെയ്യുന്നു? ലങ്സിൽ വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പ്യൂരിഫൈ ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ സൈനോസിസ് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഹോൾ ബോഡിയിൽ പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? അത് ലങ്സിലോട്ട് പോയിട്ട് അത് ഓക്സിജനേറ്റഡ് ആകുന്നു. അതുകൊണ്ട് അവിടെ സൈനോസിസ് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ്. ഇവിടെ സൈനോസിസ് സംഭവിക്കുന്നു. ഇതിന്റെ എല്ലാ ഡിസീസ് പ്രോബ്ലംസിന്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് വിത്ത് ടി. സൈനോട്ടിക്കിലാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന? ASD, BSD, PDA. ഓക്കെ, കൊയാർട്ടേഷൻ. അതിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ലീഷൻസും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിന്റെ പടവും കൂടെ കാണിച്ചു തന്നിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കിടക്കാം. നമുക്ക് സമയം ഒത്തിരി പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ASD ആൻഡ് BSD. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് പഠിക്കുന്നത് മർമറുകളാണ്.
മർമറുകൾ. അപ്പൊ ആദ്യത്തെ ASD കാണുന്നത് എന്താണ്? സോഫ്റ്റ് സിസ്റ്റോളിക് ഇജക്ഷൻ മർമർ, ഇജക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന മർമറും. ദെൻ VSD കാണിക്കുന്നത് സിസ്റ്റോളിക് മർമർ. ASDയും VSDയും തമ്മിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ASD ആൻഡ് VSD. ASD മീൻസ് ഏട്രിയൽ സെപ്റ്റം. അപ്പൊ രണ്ട് ഏട്രിയാസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഇതാണ് ഏട്രിയൽ സെപ്റ്റം. രണ്ട് ഏട്രിയ, റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നു. അതെന്താണ്? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അതിൽ തന്നെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ സർജിക്കൽ മാനേജ്മെന്റ്, അതെല്ലാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. VSD എന്ന് പറയുന്നതാണ് വെൻട്രൽ സെപ്റ്റം, അതായത് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള സെപ്റ്റത്തിൽ ഉണ്ടാവുന്ന opening, abnormal opening between right ventricle and left ventricle is ventricular septal defect. Okay. Then next one is PDA. ഇതെല്ലാം ഏതാണ്? സൈനോട്ടിക് ആണ്. സൈനോസിസ് ഉണ്ടാകാത്ത കണ്ടീഷൻ ആണ് PDA ആൻഡ് കൊയാർട്ടേഷൻ ഓഫ് അയോട്ട. PDA എന്ന് പറയുന്നതാണ് നമ്മൾ ലാസ്റ്റ് മൂന്നാമത്തെ ഷണ്ട് നമ്മൾ പഠിച്ചില്ലേ? ഏതാണ് ഷണ്ട്? ഡക്ടസ് ആർട്ടീരിയോസിസ്. ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ത് ചെയ്യുന്നില്ല? ആഫ്റ്റർ ഡെലിവറിയിൽ ക്ലോസ് ആകുന്നില്ല. ക്ലിയർ ആയോ? ഡക്ടസ് ആർട്ടീരിയോസിസ് ആഫ്റ്റർ ഡെലിവറിയിൽ എന്ത് ചെയ്യുന്നില്ല? ക്ലോസ് ആകുന്നില്ല. ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു? PDA. PDAയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആണ്, ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മെഷീൻ ലൈക്ക് മർമർ. മെഷീൻ ലൈക്ക് മർമർ സീൻ ഇൻ PDA. ഓക്കെ, നെക്സ്റ്റ് കൊയാർട്ടേഷൻ ഓഫ് അയോട്ട. ആർട്ടേഷൻ, കോ ആർട്ടേഷൻ. ആർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അതായത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ആർട്ടറീസ് എന്ത് ചെയ്യുന്നു? അയോട്ട എന്ത് ചെയ്യുന്നു? ചുരുങ്ങി പോകുന്നു. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? ചുരുങ്ങി പോകുന്നു. ആർട്ടേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് അതിനെ കോ ആർട്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറയുന്നു. അവിടെ കാണുന്ന സൈൻ ഏതാണ്? ഈ സൈൻ. ക്ലിയർ ആയി? ഇതെല്ലാം ഒരുപാട് സൈനുകൾ ഉണ്ട്. അതിൽ സിമ്പിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന മാത്രമേ ഞാൻ ഈ സ്ലൈഡിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാൻ. സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ എന്താണ് 4 കണ്ടീഷൻസ് വരുന്നത്? അതിൽ ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഈ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, റിപ്പീറ്റഡ് ആയിട്ട് PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഈസ് സീൻ ഇൻ ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്രോളജിയിൽ ഏതൊക്കെയാണ് 4 കണ്ടീഷൻസ് വരുന്നത്? ദാറ്റ് ഈസ് പൾമണറി സ്റ്റീനോസിസ്. എവിടെയാണ് ഈ പൾമണറിയിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പൾമണറിയിൽ എന്ത് സംഭവിക്കുന്നു? സ്റ്റീനോസിസ് സംഭവിക്കുന്നു. ഇവിടെ കണ്ടോ? ഇതെന്താണ്? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. ഓവർ റൈഡിങ്. ആക്ച്വലി അയോട്ട എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട അയോട്ട എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. പിന്നെ വരുന്നത് ഏതാണ്? വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ക്ലിയർ? അപ്പൊ ഇത്രയും 4 കണ്ടീഷൻസ് വരുവാണെങ്കിൽ ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയും. ഇനി പെൻഡോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയും. പെൻഡോളജി ഓഫ് ഫാലറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കണ്ടീഷൻ പ്ലസ് ASDയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? പെൻഡോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഒന്നും മറക്കരുതേ. ഇനി അടുത്ത് വരുന്നതാണ് സൈനോട്ടിക്കില് ട്രൈകസ്പിഡ് അട്രേഷ്യ. എവിടെയാണ് ട്രൈകസ്പ് ഇരിക്കുന്നത്? ട്രൈകസ്പ് ഇരിക്കുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയവും വെൻട്രിക്കിളും തമ്മിലാണ് ട്രൈകസ്പ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അട്രേഷ്യ, നാരോയിങ് സംഭവിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് പോവോ? ഇല്ല. അവിടെ ബ്ലഡ് പോയാലല്ലേ ലങ്സിലോട്ട് പോയി പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ട്രൈകസ്പിഡ് അട്രേഷ്യ. ഇനി പൾമണറി സ്റ്റീനോസിസ്. പൾമണറി വാൽവ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ഇരിക്കുന്ന പൾമണറി വാൽവിൽ എന്ത് സംഭവിക്കുന്നു? സ്റ്റീനോസിസ് സംഭവിക്കുന്നു. സ്റ്റീനോസിസ് സംഭവിക്കുന്നു. പൾമണറി സ്റ്റീനോസിസ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ്. ഓക്കെ, ഇവിടെ ഗ്രേറ്റ് വെസൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വെസൽസ് ആണ്? ഓക്കെ, ഗ്രേറ്റ് വെസൽസ് ഏതാണ്? അയോട്ടയും പൾമണറി ആർട്ടറിയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയോട്ട ഇരിക്കുന്നിടത്ത് ഓക്കെ, അയോട്ട ഇരിക്കേണ്ടടുത്ത് അവിടെ ആരിയ്ക്കുന്നു? പൾമണറി ആർട്ടറിയും. ദെൻ പൾമണറി ആർട്ടറി ഇരിക്കേണ്ടടുത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? അയോട്ടയും ഇരിക്കുന്നു. അതാണ് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽ. നമ്മുടെ ബോഡിയിലുള്ള ഗ്രേറ്റ് വെസൽസ് ഏതാണ്? അയോട്ട. അയോട്ട എന്ത് ചെയ്യുന്നു? പൾമണറി ആർട്ടറി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു. ഇവിടെ കാണുന്ന പെക്യൂലിയർ സൈൻ ആണ് ഏതാണ്? കണ്ടോ? അതെന്തോന്ന് അവിടെ കാണുന്നത്? egg on a tie. ഓക്കെ, എഗ് എന്ത് ചെയ്യുന്നു? എഗ് ലൈക്ക് അപ്പിയറൻസ്. നമ്മൾ എക്സ്ട്രാ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എഗ് ഓൺ എ ടൈ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ,
നെക്സ്റ്റ് സ്നോമാൻ അപ്പിയറൻസ്. അത് ഇമ്പോർട്ടൻ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ഫീച്ചറാണ്, ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് സ്നോമാൻ സൈൻ സീൻ ഇൻ വിച്ച് കാർഡിയാക് കണ്ടീഷൻ? ദാറ്റ് ഈസ് ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് റിട്ടേൺ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൾമണറി വെയിൻ. ഓക്കെ, പൾമണറി വെയിൻ ആക്ച്വലി എങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത്? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. പക്ഷെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരേണ്ട പൾമണറി വെയിൻ എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അയോട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ ഒരു വാൽവായിട്ട് അതെന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി എന്താണ്? അയോട്ടയും പൾമണറി ആർട്ടറിയും രണ്ട് വാൽവാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നത് കണ്ടോ? അയോട്ടയ്ക്ക് ഒരു ക്ലോഷർ ഇല്ല. പൾമണറി ആർട്ടറി ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കണക്ഷൻ ഇല്ലാതെ ഒരു സിംഗിൾ ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. ഓക്കെ, ഇത് ഇത്രയുമാണ് ഫീറ്റൽ സർക്കുലേഷനും കൺജനൈറ്റൽ കാർഡിയാക് ഡിസീസിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കാം. ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് പറയുന്നു, ടൈം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് നിങ്ങൾ തന്നെ റീകളക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ആൻസർ പറയും, അത് ശരിയാണോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീറ്റസ് ഡെവലപ്പ് ഇറ്റ്സ് ഓൺ ബ്ലഡ് സപ്ലൈ ഫ്രം ഡാഷ് വീക്ക്. ഫീറ്റസിന് എപ്പോഴാണ് ബ്ലഡ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്? 10th to 12th വീക്ക്, 12th to 14th വീക്ക്, 12th to 16th വീക്ക്, 12th to 20th വീക്ക്. എന്താണ് ആൻസർ? ആൻസർ ഈസ് 12th to 20th വീക്ക്. കിട്ടിയോ? ഓക്കെ, 12 മുതൽ 20ാമത്തെ ആഴ്ചയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഫീറ്റസിന് ബ്ലഡ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കാർഡിയാക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 6th വീക്ക്. ക്ലിയർ? ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് മനസ്സിലായോ? കാർഡിയാക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 6th വീക്കിലും. ബ്ലഡ് സപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാണ്? 12th to 20th വീക്കിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ഓഫ് ദി പ്ലാസന്റ. എന്താണ്? പ്ലാസന്റ ഔട്ടർ മോസ്റ്റ് ഫീറ്റൽ മെംബ്രെയിൻ ആണ്. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഫീറ്റൽ മെംബ്രെയിൻ ഓഫ് ദ പ്ലാസന്റ. ഫീറ്റസിന്റെ ഔട്ടർ മോസ്റ്റ് ഫീറ്റസിന്റെ ആയാലും പ്ലാസന്റ ആയാലും ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? കോറിയോൺ ആണോ? അമ്നിയോൺ ആണോ? കോട്ടിലിഡൻസ് ആണോ? യോക്സാക് ആണോ? ഏതാണ്? കോറിയോൺ ആണ് ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, അബൌട്ട് ഹൗ മച്ച് ബ്ലഡ് എ മെച്യൂർ പ്ലാസന്റ കണ്ടെയ്ൻ. മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാസന്റയിൽ എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ഉണ്ട്? 250 ml, 500 ml, 700 ml, 1000 ml. എത്രയാണ്? 500 ml. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അംബ്ലിക്കൽ കോഡ് ഈസ് അറ്റാച്ച്ഡ് ടു. അംബ്ലിക്കൽ കോഡ് എവിടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്? എന്താണ്? ഫീറ്റൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ ആണോ? മെറ്റേണൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ ആണോ? നിയർ ടു ദ സെന്റർ ഓഫ് ദ സർഫസ് ആണോ? ബോത്ത് എ ആൻഡ് സി ആണോ? ഒന്നുകൂടെ ഓപ്ഷൻസ് പറയാം. ക്വസ്റ്റ്യൻ, അംബ്ലിക്കൽ കോഡ് ഈസ് അറ്റാച്ച്ഡ് ടു. ഫസ്റ്റ് ഓപ്ഷൻ ഫീറ്റൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ, സെക്കൻഡ് മെറ്റേണൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ, തേർഡ് ഓപ്ഷൻ നിയർ ടു ദ സെന്റർ ഓഫ് ദി സർഫസ്, ലാസ്റ്റ് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് സി. എവിടെയാണ്? ഡി ആണ് ഓപ്ഷൻ. എന്താണ്? ബോത്ത് ഫീറ്റൽ സർഫസിലും ആണ്, അതേപോലെ തന്നെ നിയർ ടു സെന്റർ. പ്ലാസന്റയുടെ സെന്ററിൽ നിന്നല്ലേ അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെക്ഷനിലെ പറഞ്ഞു, പ്ലാസന്റ കാണിച്ചു തന്നപ്പോഴേ പറഞ്ഞു, ഫീറ്റൽ സർഫസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാസന്റ എവിടെയാണ്? അംബ്ലിക്കൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫീറ്റൽ സർഫസിലാണ്. ഇനി അടുത്തത്, നോർമൽ അംബ്ലിക്കൽ കോഡ് കണ്ടെയ്ൻ. പറയേണ്ട ആവശ്യമില്ല. എത്ര ആർട്ടറി എത്ര വെയിനുമാണ്? 2 arteries and 1 vein. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കണക്ഷൻ ബിറ്റ്വീൻ അംബ്ലിക്കൽ വെയിൻ ആൻഡ് ഇൻഫീരിയർ വീന കാവ. ഓർത്തെടുത്തെ അംബ്ലിക്കൽ വെയിനും ഇൻഫീരിയർ വീന കാവയുമായിട്ടുള്ള കണക്ഷൻ ഏതാണ്? അംബ്ലിക്കൽ ആർട്ടറി ആണോ? ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ? ഡക്ടസ് വീനോസിസ് ആണോ? അതോ പൾമണറി ആർട്ടറി ആണോ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി, ഡക്ടസ് വീനോസിസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ അംബ്ലിക്കൽ വെയിൻ ക്യാരീസ്. അംബ്ലിക്കൽ വെയിൻ ക്യാരീസ് എന്താണ് ക്യാരി ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? മിക്സഡ് ബ്ലഡ് ആണോ? അതോ എല്ലാം ക്യാരി ചെയ്യുന്നുണ്ടോ? എന്താണ് ക്യാരി ചെയ്യുന്നത്? അംബ്ലിക്കൽ വെയിൻ ക്യാരി ചെയ്യുന്നത് ഏതാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓപ്ഷൻ എ, ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അംബ്ലിക്കൽ
ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഏതാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. റൈറ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് ഏതാണ്? മിക്സഡ് ബ്ലഡ്. ഓക്കെ, മിക്സഡ് ബ്ലഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ ബർത്ത് അംബ്ലിക്കൽ ആർട്ടറി ആർ കോൾഡ്. ബർത്ത് കഴിയുമ്പോൾ അംബ്ലിക്കൽ ആർട്ടറി എന്തെന്നായിട്ട് പറയുന്നു? ഓപ്ഷൻ ലിഗമെന്റം വീനോസം, അംബ്ലിക്കൽ ലിഗമെന്റ്, ലിഗമെന്റം ടെറസ്, ലിഗമെന്റം ആർട്ടീരിയോസിസ്. അംബ്ലിക്കൽ ആർട്ടറിയെ എന്ത് പറയുന്നു? ആർട്ടറി എന്ത് പറയുന്നു? അംബ്ലിക്കൽ ലിഗമെന്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി അംബ്ലിക്കൽ ലിഗമെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിഗമെന്റം ടെറസ് ഈസ് ദ റെമനന്റ് ഓഫ്. ടെറസ് എന്ന് പറയുന്നത് എന്തിന്റെ റെമനന്റ് ആണ്? ലിഗമെന്റം ടെറസ് ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറി ആണോ? അംബ്ലിക്കൽ വെയിൻ ആണോ? ഡക്ടസ് വീനോസിസ് ആണോ? ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ? എന്താണ്? ഓപ്ഷൻ ബി അംബ്ലിക്കൽ വെയിനിന്റെ ആണ്, റെമനന്റ് ആണ് ലിഗമെന്റം ടെറസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീറ്റൽ സർക്കുലേഷൻ. Okay, in fetal circulation, deoxygenated blood is present in. Deoxygenated ആയിട്ടുള്ള ബ്ലഡ് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? അംബ്ലിക്കൽ ആർട്ടറിയിലാണോ, അംബ്ലിക്കൽ വെയിൻ ആണോ, പൾമണറി ആർട്ടറി ആണോ, അതോ എല്ലാത്തിലും ഉണ്ടോ? ഓൾ ഓഫ് ദീസ് ആണോ? എവിടെയാണ് ഡീഓക്സിജനേറ്റഡ് ഉള്ളത്? ഓപ്ഷൻ എ അംബ്ലിക്കൽ ആർട്ടറി. Okay, next, which among the following vessel contain highest oxygen concentration in fetal circulation? Okay, which vessel contain highest oxygen concentration? ഏത് വെസലിലാണ്? അംബ്ലിക്കൽ വെയിൻ ആണോ, ഡക്ടസ് വീനോസിസ് ആണോ, പൾമണറി ആർട്ടറി ആണോ, അതോ ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ? എവിടെയാണുള്ളത്? ഒരു കൺഫ്യൂഷനും വേണ്ട, അംബ്ലിക്കൽ വെയിൻ. ഓപ്ഷൻ എ അംബ്ലിക്കൽ വെയിൻ. ഓക്കെ, നെക്സ്റ്റ്, the total amount of fetal blood following fetal blood എത്രയാണ് പ്ലാസന്റയിൽ? the amount of fetal blood following per minute through the placenta at a term ആകുമ്പോൾ പ്ലാസന്റയിലുള്ള ഫീറ്റൽ ബ്ലഡ് എത്രയാണ്? 100 to 200 ml ആണോ? 200 to 300 ml ആണോ? 300 to 400 ml ആണോ? 500 to 600 ml ആണോ? എത്രയാണ്? നമ്മൾ എത്രയെന്നാ പറഞ്ഞത്? 500 ml. അപ്പൊ 500 ml ആയിട്ട് നിയർ ബൈ വരുന്നത് ഏതാണ്? 500 to 600 ml. ഓപ്ഷൻ ഡി 500 to 600 ml. ഓക്കെ, നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ഈസ് നോൺ ആസ്. റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ ഒരു ഷണ്ട് ഉണ്ടല്ലേ, ബൈപ്പാസ്. ഏത് ബൈപ്പാസ് ആണ്? ഫൊറാമൻ ഓവൽ ആണോ, ഡക്ടസ് ആർട്ടീരിയോസിസ്, ഡക്ടസ് വീനോസിസ്, ഫോസ ഓവാലിസ്? ഏതാണ്? ഓപ്ഷൻ എ ഫൊറാമൻ ഓവേൽ. ഫൊറാമൻ ഓവേലിന്റെ റെമനന്റ് ആണ് ഏത്? ഫോസ ഓവാലിസ്. ഓക്കെ, നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ഈസ് നോൺ ആസ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി. കിട്ടിയോ ക്വസ്റ്റ്യൻ? പൾമണറി ആർട്ടറി ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ഈസ് നോൺ ആസ് ഫൊറാമൻ ഓവേൽ ആണോ, ഡക്ടസ് വീനോസിസ് ആണോ, ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ, ഫോസ ഓവാലിസ് ആണോ? ഏതാണ്? കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ സി ഡക്ടസ് ആർട്ടീരിയോസിസ്. അടുത്ത്, ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ബേബി ഫൊറാമൻ ഓവേൽ ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കം. ഫൊറാമൻ ഓവേലിന്റെ റെമനന്റ് ആണ് ക്വസ്റ്റ്യൻ. എന്താണ്? ലിഗമെന്റം വീനോസോ ആണോ, ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ, ഡക്ടസ് വീനോസിസ്, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഫോസ ഓവാലിസ്. ഫൊറാമൻ ഓവേലിന്റെ റെമനന്റ് ഏതാണ്? ദാറ്റ് ഈസ് ഫോസ ഓവാലിസ്. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ സെക്ഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളിപ്പം എഡ്യൂസ് അക്കാഡമി നമ്മുടെ DMEയുടെ പുതിയ നോട്ടിഫിക്കേഷനോടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും, ഈ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ എഡ്യൂസ് അക്കാഡമി സെലക്ട് ചെയ്യുക. കാരണം ഈ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാം ഹൈലി ക്വാളിഫൈഡും വെൽ എക്സ്പീരിയൻസും പല പല നഴ്സിംഗ് കോളേജുകളിലും PSC ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിച്ച് നല്ല ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമ്മുടെ ടീമിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ടു ഫേസ് കാണാം. അതുവരേക്കും താങ്ക് യു.